ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം 4ാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ഇതുവരെ നിർത്തി ആയുസ്സും ആരോഗ്യവും തന്നു. നിർത്തി കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവദാസന്മാർ കൂടെ ശക്തമായ ദൂതുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും പ്രതീക്ഷയോട് നമ്മളായിരിക്കുകയാണ്. ദൈവം നമ്മളെ ഇന്നും അനുഗ്രഹിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രതീക്ഷയോട് ദൈവസന്നിധിയിലായിരിക്കാം. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവനിയോഗത്താൽ ഐക്യപ്പെട്ട പകലും രാത്രിയും ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യേ വന്നു ചേർന്ന പാസ്റ്റർ ബേബി ജോൺസൺ, തുവയൂർ AG ചർച്ചുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനോട് ഹൃദ്യമായി ഇടപെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? തുടർന്ന് നമ്മൾ പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവ നിയോഗപ്രകാരം എങ്ങനെ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്നു അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കും. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ ഏറ്റവും പാവനമേറിയ നാമത്തെ ഉയർത്താം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ MA വർഗീസ് പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, ഈ സ്ഥലം സഭയ്ക്ക് ഇടയപരിപാലന ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ തോമസ് ഊട്ടി പാസ്റ്റർ, തൻ്റെ കുടുംബം, വിശേഷ തൻ്റെ മകൻ ജോൺ ഉൾപ്പെടെയുള്ള ആളുകളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എന്നോടൊപ്പം എൻ്റെ കസിൻ പാസ്റ്റർ ബിനോയ് ഡിസാം, പറക്കോടുള്ള ന്യൂ ലൈഫ് ചർച്ചിൻ്റെ ശുശ്രൂഷകനും കൂടെയാണ് താൻ. ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ കർത്താവ് ജീവിക്കുന്നതിനാൽ ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ബഹുമാന്യ ദൈവദാസന്മാരെയും എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഭൂമിയുടെ പരപ്പിൽ കർത്താവ് ഇങ്ങനെ തന്ന അമൂല്യമായ ശുശ്രൂഷയുടെ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് ഒറീസയിൽ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജു ജോസഫ് അവരുകൾ എൻ്റെ ആത്മമിത്രമാണ്, ആത്മസ്നേഹിതനാണ്. അരോമ എന്ന ഒരു ടീമിന് ചുമതല കൊടുക്കാൻ കർത്താവ് നിർത്തുന്നു. ഒരുമിച്ച് കർത്താവ് ഞങ്ങൾക്ക് അങ്ങനെ കർത്താവിന് നന്ദി പറയാൻ അവസരത്തെ തന്നിട്ടുണ്ട്. നാലാഞ്ചിറയുള്ള ദൈവസഭ, അവിടെയുള്ള പ്രിയമുള്ളവരോടൊക്കെ ചേർന്ന് പലവരും വ്യക്തിഗതമായിട്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവം അവസരത്തെ തന്നിട്ടുണ്ട്. അങ്ങനെയും യേശു കർത്താവ് തന്ന നല്ല ബന്ധങ്ങൾക്കായി കർത്താവിന് മഹത്വം കരയറ്റുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർമ്മിപ്പിച്ച പോലെ എൻ്റെ പേര് ബേബി ജോൺസൺ എന്നാണ്. തുവയൂർ കടമ്പനാടാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 31 വർഷങ്ങളായി യേശുവിനെ പ്രസംഗിക്കാൻ കർത്താവ് തന്ന കൃപകൾക്കായി കർത്താവിന് മഹത്വം. കുടുംബജീവിതത്തെ ദൈവം തന്നു. കുഞ്ഞുങ്ങൾ 2 പേര്, മകൻ ബ്രൈറ്റ്, മകൾ ഗിഫ്റ്റി. അവർ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. മകൻ MBA ഫൈനൽ ഇയർ, മകൾ ഓക്കുപ്പേഷൻ തെറാപ്പി അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനിവാര്യമാണ്. കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഇന്ന് രാവിലെയും വൈകിട്ടുമായി നിങ്ങളോട് അറിയിക്കേണ്ടതിന് കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൂതുമായിട്ടാണ് നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 18-ാമത് വേദഭാഗം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 1 Corinthians chapter 1 verse 18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഒരുമിച്ച് ഒന്നാമേൻ പറഞ്ഞാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവത്തിൽ അടച്ചാട്ടെ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനാ, നാളെയെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖ
ദുഃഖവേളകൾ വരുമെന്നും കലങ്ങേണ്ട, കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? ആ മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ? മനമേ ചഞ്ചലമെന്തിനാ? ഞങ്ങളുടെ പിതാവേ, തിരുമൊഴികൾക്ക് നന്ദി. അവിടുത്തെ ജനത്തോട് അങ്ങ് സംസാരിക്കണമേ. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്ന നിലയിൽ യേശുവിൻ വിലയേറിയ രക്തം നിമിത്തം അവിടുന്ന് അടിയങ്ങളുടെ മേൽ പകർന്ന അധികാരത്തിലും 33 തിരുവയസ്സിലെ ചൂടുള്ള രക്തത്തിൻ്റെ മഹത്വം ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരേണ്ടതിനായും സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പ്രതികൂലങ്ങളുടെ മേലും ജയത്തെ കൽപ്പിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കും. അവിടുന്ന് ജനത്തോട് സംസാരിക്കും. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാൽ ക്രിസ്തുവേശുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ച പിതാവേ, അവിടുത്തെ മഹത്വം ഇന്ന് രാവിലെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. അടിയങ്ങൾ ഉപകരണങ്ങൾ മാത്രമാണ് കർത്താവേ. തിരുനാമത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ധന്യനാകും ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ. ഒരുമിച്ചൊന്നാമേ പറഞ്ഞാട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് കരം കൊടുത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മുഖത്ത് നോക്കി സന്തോഷത്തോടെന്ന് പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങാറുണ്ട്, അടുത്തിരിക്കുന്നവരെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 2, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അതിനേക്കാൾ നല്ലതാണ്. അനുഗ്രഹം അനുഭവിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിനെന്ന തിരുവചനമുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 18-ാമത് വാക്യമാണ് ഇന്ന് രാവിലെയുള്ള തിരുമൊഴികളുടെ ശുശ്രൂഷകൾക്കായിട്ട് നാം തിരഞ്ഞെടുത്ത വേദഭാഗം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്ന് പോയിട്ട് മടങ്ങി വരാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം. കർത്താവിന് സ്തോത്രം. കൊരിന്ത് സഭയുടെ തുടക്കത്തിൻ്റെ ചരിത്രം അവിടെ കാണാൻ കഴിയുന്നു. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 വേഴ്സ് 1. അവിടെ മുതൽ നമുക്ക് കൊരിന്തിൽ പൗലോസിൻ്റെ ആഗമനത്തെ കാണാനായിട്ട് കഴിയുന്നു. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. അതെ, യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന് പേരുള്ള യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. ഒരുമിച്ചൊന്നാമേം പറഞ്ഞാട്ടെ. അപ്പോൾ എല്ലാ സഭയ്ക്കും ഒരു തുടക്കത്തിന് ദൈവം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഈ സമൂഹത്തിനും ദൈവം ഉപയോഗിച്ച വിശുദ്ധന്മാരുണ്ട്. അവർ ചിലർ നിത്യതയുടെ തീരത്തെത്തിക്കഴിഞ്ഞു. എങ്കിലും അവരിലൂടെ കർത്താവ് ചെയ്ത ശുശ്രൂഷകൾക്കൊരാമേം പറഞ്ഞാട്ടെ. കർത്താവ് അയക്കുന്ന ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും ഈ സഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സഭയിൽ വന്ന് സ്നാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റിയിട്ടുണ്ട്. കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ കൊരിന്ത് എന്ന് പറയുന്ന ആ പശ്ചാത്തലം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ലിസൺ വെരി കെയർഫുൾ. ആരും ആബ്സെന്റ് ആകല്ലേ. പ്രസന്റ് പറയേണ്ട സ്ഥലം സ്കൂളും പ്രസൻസ് അനുഭവിക്കേണ്ട സ്ഥലം സഭയുമാണ്. എല്ലാവരും കേട്ടെ. പ്രസന്റ് പറയേണ്ട സ്ഥലം ഏതാണ്? സ്കൂളാണ്. പക്ഷെ സഭയിൽ പ്രസന്റ് പറയാനല്ല വന്നത്, പ്രസൻസ് അനുഭവിക്കാനാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആരും മാറിയിരിക്കരുത്. സ്തോത്രം. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ശ്രദ്ധയോടിരിക്കണം. നമ്മുടെ ആ ബ്ലാക്ക് അദ്ദേഹത്തെ ഞാൻ ഒന്ന് അന്വേഷിച്ച് പറയും. നല്ല സ്റ്റഡിയായിട്ട് മിടുമിടുക്കനായി, സുന്ദരനാണ്, സുമുഖനാണ്, സുനേത്രനാണ്. എന്നെ നോക്കിയിരുന്നില്ല എംപോസിഷൻ പുറകെ വരും. ഒരുമിച്ച് ഒരാമേൻ പറഞ്ഞാട്ടെ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. വേറെ ആരും ശ്രദ്ധിക്കാൻ. എനിക്ക് കുഞ്ഞുകുട്ടി ആബാലവൃതം മുൻനിരയിൽ ഏറ്റവും അടുത്ത സ്പീക്കറിൻ്റെ അടുത്തിരിക്കുന്ന 2 പേര്. മോളെ അങ്കിള് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇച്ചിരൂടെ ബാക്കിലോട്ടിരുന്നു, ഇച്ചിരൂടെ ബാക്കിലോട്ട്.
കുഴപ്പമില്ലല്ലോ അല്ലേ? വെരി ഗുഡ്. ആ ബൈബിൾ വെക്കാൻ ഒരു സ്റ്റാൻഡാണ് പുള്ളിക്കാരി പ്രതീക്ഷിച്ചത് കേട്ടോ. എന്നാൽ ഇടയ്ക്ക് ഞാൻ ചോദിക്കും കേട്ടോ, ഉത്തരം പറയണേ, നിർബന്ധമാണ് കേട്ടോ. മിടുക്കിയാണ് രണ്ടുപേരും, മിടുക്കിമാരാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ചിലരൊക്കെ കസേരയിൽ അവിടിവിടങ്ങളിൽ ഇരിപ്പുണ്ട്. അവരെയൊക്കെ അവസാന സമയം നമുക്ക് മുന്നോട്ട് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. പൗലോസ് എന്ന അതുല്യനായ ശ്രേഷ്ഠനായ ദൈവം ഉപയോഗിച്ച മികവുറ്റ തികവുറ്റ ഒരു മിഷണറി. സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി സകലവും ചവറ എന്നെണ്ണിയ ഒരു ധീര പടയാളി. അതാണ് പൗലോസ്. സ്തോത്രം. വലിയൊരു പ്രസംഗം കഴിഞ്ഞിട്ട് അരയോപകുന്നിലെ ഒരു ഫിലോസഫിക്കൽ സർമൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. താത്വികമായി അജ്ഞാതദേവൻ എന്ന വേദിക്കൽ, അതിൻ്റെ പിന്നെ ഒരു പശ്ചാത്തലമുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് അത്ര റിസൾട്ട് ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. എങ്കിലും 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു റിസൾട്ട് ആരംഭിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിയാവുന്ന വ്യക്തിയായി കൊരിന്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി കൊരിന്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കണം, നിർബന്ധമാണ്. അത് എഴുതിയെടുക്കുന്ന നല്ലതാണ്. കാരണം ഒരു സന്ദേശത്തിന് വേണ്ടി മണിക്കൂറുകൾ, മാസങ്ങൾ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാപിച്ചാണ് ഒരു സന്ദേശം റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രഭാഷണവും നിങ്ങൾ ദയവായി ഒരു അലംഭാവത്തോടെ കാണരുത്, കേൾക്കരുത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വാക്കിന് പോലും അതിൻ്റെ മൂല്യതയുള്ളതിന് ആമേൻ പറയണം. സ്തോത്രം. അത് ആ അളവിൽ പ്രാപിച്ചാലുണ്ടല്ലോ, നിങ്ങൾ വന്നതുപോലെ ആയിരിക്കില്ല പോകുന്നത്. ദൈവത്തിൻ്റെ മഹത്വം കണ്ടേ പോവുകയുള്ളൂ. കർത്താവ്, the word of God is creative. ദൈവവചനം ക്രിയാത്മകമാണ്. വിശ്വസിക്കുന്നവരിൽ അത് ശക്തമായി ചലിക്കുന്നതും സൃഷ്ടിക്കുന്നതുമാകയാൽ വചനത്തിൻ്റെ പരമാധികാരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊരിന്ത് ശ്രദ്ധിക്കണേ, സമുദ്ര തീര പട്ടണമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഇസ്മസ് എന്ന ലാൻഡ് ഓഫ് ബ്രിഡ്ജ് എന്ന മറ്റൊരു പേര് ഈ കൊരിന്തിനുണ്ട്. കൊരിന്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതാണ്. അപ്പോൾ അപ്പുറവും ഇപ്പുറവും കടലുള്ള ഒരു 4 കിലോമീറ്റർ തീരമുള്ള, അപ്പോൾ ഈ കരയിൽ വരുന്ന കപ്പലിൽ നിന്ന് ചരക്കുകൾ ഈ 4 കിലോമീറ്റർ എടുത്തോ അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്ത് അടുത്ത കപ്പലിൽ കയറ്റി റോമിലെത്തിക്കുന്നു. അപ്പോൾ കൊരിന്തിൽ എല്ലാ രാജ്യക്കാരുടെയും, വിശേഷാൽ ഏഷ്യ, ആഫ്രിക്ക, ഇസ്രയേൽ, ഇവിടെ നിന്ന് വരുന്ന ഈജിപ്റ്റ്, ഇവിടുന്ന് വരുന്ന ആളുകളൊക്കെ റോമിൽ പോകണമെങ്കിൽ ഏതുകൂടി പോകണം? കൊരിന്ത് കൂടി പോകണം. ലിസൺ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ കൊരിന്ത് കൂടാതെ അവർക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ദേ വാണ്ട് കം ടു ദ കൊരിന്ത്. അവർ കൊരിന്തിൽ വരണം. അപ്പോൾ കൊരിന്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10-200 മൈൽ ഇങ്ങനെ കറങ്ങിപ്പോകാം. പക്ഷെ കറങ്ങിപ്പോകുമ്പോൾ അവിടെ ഒരു പൊതുവായ തത്വം കിടപ്പുണ്ട്. അങ്ങനെ കറങ്ങിപ്പോകുന്നവരോടൊരു ദൂതുള്ളത്, ദേ അങ്ങനെ കറങ്ങിപ്പോവാണെങ്കിൽ വീട്ടുകാരെ മറന്നേക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം അറിയാമോ, അഗാധമായ കടൽ ചുഴികളിലൂടെ ഈ കപ്പൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പ്രാണൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കരയ്ക്ക് പോകാനുള്ള നല്ല വഴി കൊരിന്തിലൂടെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കൊരിന്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇസ്രയേലിയരെ കാണാം, ഈജിപ്ഷ്യരെ കാണാം, ആഫ്രിക്കക്കാരെ കാണാം, പിന്നെ റോമൻ പ്രൊവിൻസ് ആയതുകൊണ്ട് അവിടെ ആരുമുണ്ട്? റോമക്കാരും ഉണ്ട്. എന്ന് പറഞ്ഞ സംസ്കാരങ്ങളുടെ ഒരു ഈറ്റില്ല, എല്ലാം കൂടെ എല്ലാവരും ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ സംസ്കാരങ്ങളും ഏതാണ്ട് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കൊരിന്ത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അടിമകൾ നിരവധി ഈ കൊരിന്തിലുണ്ടെന്നുള്ളതാണ് മറ്റൊരു ചിന്ത. 4/3 ഭാഗം ആളുകളും അടിമകളാണ്. അവരുടെ മേൽ അധികാരമുള്ള യജമാനന്മാർ അവിടെയുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ യജമാനന്മാരെ, ദാസന്മാരെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് ദയവായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. സ്തോത്രം. ഇനി മറ്റൊരു കൊരിന്തിന്റെ പ്രത്യേകത, അന്നത്തെ കാലത്തിൽ ജനത്തോട് സംസാരിക്കുന്നതിന്, സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു മാധ്യമമായിരുന്നു നാടകങ്ങൾ. ആ നാടകത്തിൽ ഈ കൊരിന്തിലെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കൊമേഡിയൻ കയറി വരുന്ന പോലെയാണ്. കാലുറയ്ക്കാത്ത ഒരു മദ്യപാനി രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞാൽ വേദികൾ പെട്ടെന്ന് ആളുകൾ ചർച്ച ചെയ്തിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയും, ഇപ്പോഴാണ് ഒരു കൊരിന്ത്യൻ വന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? കാലുറയ്ക്കാത്ത ഒരാൾ, മദ്യപാനി, ആ കൊരിന്തിൻ്റെ ഒരു പ്രതിനിധീകരിക്കുന്ന ആൾ തന്നെ അങ്ങനെയാണ്. ഇനി വല്ലാത്ത വസ്ത്രം ധരിച്ചൊരു സ്ത്രീ ആ വേദിയിലേക്ക് വന്നാൽ പറയും, ഒരു കൊരിന്ത്യ സ്ത്രീ വേദിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നാടകം പോലും ആ നാട്ടുകാർക്ക് നല്ല ഒരു പദവി എന്ത് ചെയ്യുന്നില്ല,
കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പശ്ചാത്തലം മനസ്സിലായി. ഇനി എന്തിനാ ഇത്രയും പറയുന്നെന്ന് പിന്നത്തെ അതിൽ പറയാം. ഇനി കൊരിന്ത് പട്ടണത്തിന് തന്നെ 2 സിറ്റികളാണ്. ഒന്ന് താഴത്തെ കൊരിന്ത്, മറ്റൊന്ന് മേലത്തെ കൊരിന്ത്. അതിന് ആക്രോ കൊരിന്ത് എന്നാണ് മേലത്തെ കൊരിന്തിന്റെ പ്രത്യേകത. 700 അടി ഉയരമുണ്ട് താഴത്തെ കൊരിന്തും മേലത്തെ കൊരിന്തും തമ്മിലുള്ള പ്രത്യേകത. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അടുത്തത് അഫ്രോഡൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇടയന്മാരുടെ ഒരു ദേവതയാണ് ഈ മേലത്തെ കൊരിന്തിലുള്ള ദേവത എന്ന് പറയുന്നത്. 1000 ദേവദാസിമാർ അവിടെയുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരും അവിടെയുണ്ട്. ആ മ്ലേച്ഛത എന്ന് പറയുന്നത് അവരുടെ ആരാധനയുടെ ഒരു ഭാഗമാണ്. അധാർമികത, അസാൻമാർഗികത, ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ വർഷിപ്പ്. അവരുടെ ആരാധനയുടെ ഒരു ഭാഗമാണ്. ഇവിടെയാണ് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ഒരാമേ പറഞ്ഞാട്ടെ. അപ്പൊ ആ പശ്ചാത്തലം നിങ്ങൾ ഓർക്കണം. എന്തിനാണ് പൗലോസ് ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആക്രോ കൊരിന്തിന്റെ പ്രത്യേകത, ഒരാൾ കൊരിന്തി പോവുകയാണെന്ന് തെസ്സലോനിക്കക്കാരൻ പറഞ്ഞാൽ, പ്രംഭുല്യക്കാരൻ പറഞ്ഞാൽ, സലീമസുകാരൻ പറഞ്ഞാൽ, ഫിലിപ്പിയക്കാരൻ പറഞ്ഞാൽ, എഫെസോസുകാരൻ പറഞ്ഞാൽ ഒന്നുകൂടെ ചോദിക്കും എന്തിനാ പോകുന്നെന്ന്. കാരണം പാപം ചെയ്യാനുള്ള സകല സാധ്യതകളും അതിന്റെ സകല വഴികളും എവിടെ ഉണ്ട്? കൊരിന്തിലുണ്ട്. അതുകൊണ്ട് കൊരിന്തിൽ ഒരാൾ പോകുന്നു പറഞ്ഞാൽ സൂക്ഷിച്ചു പോകണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഓർക്കൂ, സംസ്കാരങ്ങളുടെ ഒരു ഇടകലർന്ന നാട്. പിന്നെ ഈ താഴെ ജൂപ്പിറ്ററിന്റെ വലിയൊരു ക്ഷേത്രമുണ്ട്. നിങ്ങൾ കൊരിന്തെന്ന് ജസ്റ്റ് നെറ്റിനകത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 5-6 തൂണുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. ഇപ്പോഴും ആ തൂണുകളുണ്ട്. ഒരിക്കലും ഒരു രാജ്യത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരാൾ കൈ തന്നിട്ട് പറഞ്ഞു, പാസ് പറഞ്ഞ എല്ലാം കറക്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒന്നീ ഡോക്ടറിൻ തിയോളജി അല്ലെങ്കിൽ ഏതോ അങ്ങനെ വലിയ ഒരാളായിരിക്കും. അദ്ദേഹം പറഞ്ഞു, അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കുരുന്തി പോയിട്ട് വന്നു. അപ്പം ഞെട്ടിപ്പോയി. അന്നേരം എനിക്ക് മനസ്സിലായി, ശ്രോതാക്കളാരും ചെറിയ ആളുകളല്ല കേട്ടോ. അദ്ദേഹം കൊരിന്തി പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അവിടെ ഈ 10-23 തൂണുകൾ കൊണ്ട് നിർമ്മിച്ച വമ്പൻ ഒരു ആലയം ജൂപ്പിറ്ററിൻ്റെ ഉണ്ട്. ജൂപ്പിറ്റർ ആരാ? സിയൂസിന്റെ മകനാണ് ജൂപ്പിറ്റർ. ഇനി എണ്ണിപ്പറക്കി പറഞ്ഞ ഹെർമിസും അഥേനയും എല്ലാം കൂടെ 10-26-27 ക്ഷേത്രങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഏത്? അയ്യോ, 1-2 അല്ല, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ പോരാട്ടങ്ങളുടെ അതാണ് കൊരിന്ത്. പിന്നെ അവിടെ ദൈവസഭ തുടങ്ങിയതിന് ഒച്ചത്തിൽ ഇനി ആമേൻ പറയണം. അയ്യോ, പോരാ, ഒച്ചത്തിൽ ആമേൻ പറയണം. അവിടെ ദൈവം തന്റെ സഭ തുടങ്ങിയതിന് ആത്മാവിൽ ആമേൻ പറയണം. അല്ലെ, അനുകൂല സാഹചര്യത്തിലല്ല സഭ പണിയപ്പെടുന്നത്, പ്രതികൂല സാഹചര്യത്തിലാണെന്ന് ഉറപ്പ് പറഞ്ഞാൽ ഇന്ന് രാവിലെ എത്ര പേർ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കാൻ തയ്യാറാ? ജൂപ്പിറ്റർ അവിടെയുണ്ട്, അഫ്രോഡൈറ്റ് അവിടെയുണ്ട് എന്ന് വേണ്ട. ദൈവങ്ങൾ ആമേൻ അവരുടെ ആരാധിക്കുന്ന മ്ലേച്ഛതകളുടെ ആമേൻ ദ ഗോഡ് ഓഫ് ഡിസയർ, ഗോഡ് ഓഫ് ലവ്, ഗോഡ് ഓഫ് പാഷൻ എന്നൊക്കെയാണ് ഈ അഫ്രോഡൈറ്റിനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള മ്ലേച്ഛതയുടെ വെല്ലുവിളി ഉള്ളെടുത്ത് ദൈവം തന്റെ സഭയെ സ്ഥാപിച്ചതിന് ഒരുമിച്ച് ഇന്ന് രാവിലെ ആമേൻ പറയണം. ഞാൻ തിരുവനന്തപുരം പട്ടണത്തെ നോക്കി പ്രവചിക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആ ദൂത് പങ്കുവെക്കാൻ ഇന്ന് രാവിലെ നിയോഗം തരികയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്നത് അനുകൂല സാഹചര്യങ്ങളിലല്ല, പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവസഭയെ ദൈവം പണിതിട്ടുണ്ട്. 4 ആള് കൂടിയത് കൊണ്ടോ, 4 പേരെ തല്ലിയത് കൊണ്ടോ, തലവെട്ടിയത് കൊണ്ടോ, കൈവെട്ടിയത് കൊണ്ടോ, കാല് വെട്ടിയത് കൊണ്ടോ, കത്തിച്ചു കളഞ്ഞത് കൊണ്ടോ, ഒരു പിടി ചാരമായത് കൊണ്ടോ ഇല്ല. ദൈവസഭയുടെ പണി അത് പരാജയപ്പെടില്ല. ശത്രു അറിഞ്ഞിരിക്കണം, അവന്റെ സാമ്രാജ്യം അറിഞ്ഞിരിക്കണം, അവന്റെ സായുധ സേനകൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഉടയവൻ പറഞ്ഞ വാഗ്ദത്തം, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. മകളെ ശ്രദ്ധിക്കണം. യങ്സ്റ്റേഴ്സ്, പ്ലീസ് ലിസൺ വെരി കെയർഫുൾ. കർത്താവ് ഈ സഭയുടെ വാഗ്ദാനം പറഞ്ഞത് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചാണ്. അല്ലെ, ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച്. ആ ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രത്യേകത എല്ലാം കൂടെ എണ്ണിപ്പറക്കിയാൽ 14 എണ്ണം ഉണ്ട് അവിടെ. ഒരാമേ പറഞ്ഞു, അവിടെ എണ്ണിപ്പറക്കിയാൽ 14. അവിടുത്തെ ഒരു ദേവന്റെ പേരാണ് ഗോഡ് ഓഫ് ഡാർക്ക്നെസ്, ഗോഡ് ഓഫ് അണ്ടർവേൾഡ്, ഇരുട്ടിന്റെ ദൈവം, അധോലോകത്തിന്റെ ദേവൻ എന്ന് വിളിക്കുന്ന PAN, പാൻ എന്ന് പറയുന്ന ഒരു ദേവൻ. ആ പാൻ എന്ന പദത്തിൽ നിന്നാണ് ചില ആളുകൾക്ക് ഈ ഭയമൊക്കെ വരുമ്പോൾ നമ്മളൊരു പദം ഉപയോഗിക്കാറുണ്ട്. എന്താ വരുന്നത്? പാനിക്കാവരുത്. ആ പാനിക് എന്ന പദം വന്നത് ഈ പാനിൽ നിന്നാണ്.
പിന്നെ പാൻ ഫ്ലൂട്ട് എന്ന് പറയുന്ന ഒരു സംഗീതോപകരണമുണ്ട്. Can you see that? ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്ന മുളയുടെ ചെറിയ എല്ല് പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്ന ഒരു പാൻ ഫ്ലൂട്ട് ഉണ്ട്. അതും ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ഉണ്ടാക്കിയെടുത്തതാ. അവിടെ 800 അടി താഴ്ചയിലുള്ള ഒരു ജലതടാകമുണ്ട്. ഈ മനുഷ്യന്റെ വാ തുറന്നിരിക്കുന്ന പോലൊരു ഗുഹാമുഖമാണ് അതിനുള്ളത്. അതിനകത്ത് 800 അടി താഴ്ചയിൽ വെള്ളം കിടക്കുകയാ. ഫിലിപ്പിന്റെ കൈസരിയ ഹെർമോൻ പർവ്വതത്തിന്റെ താഴ്വരയാണല്ലോ ഫിലിപ്പ് എന്ന് പറയുന്ന ഫിലിപ്പിന്റെ കൈസരിയ. അപ്പോൾ ആ ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഞ്ഞുരുകി ഈ 800 അടി താഴ്ചയുള്ള തടാകം കിടക്കുകയാ. അവിടെ വർഷത്തിലൊരിക്കൽ 8000 മുതൽ അങ്ങോട്ട് എത്ര എണ്ണാൻ പറ്റാത്ത വിധത്തിൽ ആടിനെ വെട്ടിക്കൊടുക്കുന്ന ഈ പാന്റെ ഉത്സവമുണ്ട്. അന്ന് അവിടെ മുഴുവൻ രക്തക്കളമായിട്ട് മാറും. ആടിന്റെ ചോരയുടെ ഗന്ധമാണ് അവിടുത്തെ പ്രത്യേകത. അവിടെ മറ്റൊരു ഗുഹയ്ക്കകത്ത് താമസിക്കുന്ന മറ്റൊരു ദേവനുണ്ട്. ദേവന്റെ പേര് യക്കോ. നമ്മൾ പണ്ട് ഈ സിസ്റ്റം എന്നൊക്കെ വിളിക്കുന്നതിന് മുമ്പ് മൈക്ക് സെറ്റ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ശബ്ദവും വെളിച്ചവും അതായിരുന്നു ആദ്യത്തെ നോട്ടീസിന് താഴെ കൊടുക്കുന്ന ആദ്യത്തെ ശബ്ദവും വെളിച്ചവും. സലീം സൗണ്ട് ചക്കവള്ളി പഴയ ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ പേരാണ്, മറക്കാൻ കഴിയില്ല. ശബ്ദവും വെളിച്ചവും അങ്ങനെ ആദ്യത്തെ ഈ സിസ്റ്റത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡിലേ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പറയും ഇച്ചിരിയുടെ എക്കോ വേണമെന്ന് പറയും. അപ്പോൾ ഇച്ചിരിയുടെ എക്കോ വേണമെന്ന് പറയുമ്പോൾ ഓർത്തോണം, എക്കോ എന്ന് പറയുന്ന ആരാണ്? ഒരു ദേവനാ. പുള്ളി ഗുഹയ്ക്കകത്തേ ഇരിക്കത്തുള്ളൂ, ഗുഹയ്ക്ക് പുറത്തിറങ്ങത്തില്ല. കാരണം എന്നാലേ എക്കോ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് പുള്ളി അതിനകത്തിരിക്കുന്നത്. ഒന്നോർത്ത് നോക്കണേ പ്രിയരെ. ഇതെല്ലാം കൂടെ കൂട്ടി 14 എണ്ണം ഇരിക്കുന്ന അന്ധകാരത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് പന്തിരുവരെ പന്തികേട് കൂടാതെ പ്രാണപ്രിയൻ നടത്തിയതിനൊരാമയം പറയണം. യെരുശലേം പള്ളിയുടെ മുറ്റത്ത് വെച്ച് ആ ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഒരു കുന്തിരിക്കത്തിന്റെ മണമെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടേനെ. പിന്നെ ഈ മരതകമണികളൊക്കെ തൂക്കിയിട്ട മഹാപുരോഹിതന്മാരും പ്രാകാരത്തിൽ ശുശ്രൂഷിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ആത്മീയതയുടെ സ്പർശനം ഉണ്ടായേനെ. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഇരുളിന്റെ കൂടിനകത്തേക്ക് ഇവരെ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ കാണും ചോദിച്ച വെളിപ്പാട് കിട്ടുമോ? എല്ലാരും ഇവിടെ ഉണ്ടോ? ഇവിടെ ആടിനെ അറുത്ത് യാഗം കഴിക്കുന്ന ഇരുട്ടിന്റെ കൂടിനകത്തേക്ക് കർത്താവ് അവരെ കൊണ്ടുപോയി. എന്നിട്ട് അതിന് നടുക്കർത്തിട്ട് ചോദിച്ചു, ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളുണ്ടേ പറയും കർത്താവേ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കർത്താവേ യെരുശലേമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് പാന, അഥേന, ഹെർമിസ്, എക്കോ ഇതിൻ്റെ എല്ലാം നടുക്ക് നിന്നിട്ട് ഈ ദൂത് പറയാൻ ഭയങ്കര ടഫാ. ഒറ്റ സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്തില്ല. പണ്ട് ദാനിയേലിന്റെ വെളിപ്പാടിനെ പാഴ്സി ദേശത്തിന്റെ പ്രഭു എന്ത് ചെയ്തതാ? തടഞ്ഞതാ. പക്ഷെ 14 എണ്ണം ഇരുന്നിട്ടും പത്രോസിന്റെ വെളിപ്പാടിനെ തടഞ്ഞില്ല. സാബയാമേ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഏറ്റവും പുറകിൽ അവിടെ ഒരു സ്വതന്ത്രമൊക്കെ പറഞ്ഞു വെച്ചാ ഒരു ദൂത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിക്കുന്നു. ആളും മാറിയവനെ പോലെ ആരാധിക്കാൻ ഇന്ന് രാവിലെ റെഡിയാണെങ്കിൽ ചില ഇരുളിന്റെ വെല്ലുവിളികൾ ഇന്ന് രാവിലെ അഴിഞ്ഞു മാറുന്ന പകലെന്ന് പ്രവചിക്കാൻ ദൈവാത്മാവ് ആലോചന പറയുകയാ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞോട്ടെ. അടക രഗന്ധര ജലതിരയാതന. ഇത് ദാനിയേലിന്റെ കാലമല്ല, ഇത് പാഴ്സി ദേശത്തിന്റെ പ്രഭു വാഴുന്ന കാലമല്ല. 14 എണ്ണം ഇരുന്ന് വാദിച്ച സ്ഥലത്തേക്ക് അടക പാദം ചവിട്ടിയത് ആരെന്നറിഞ്ഞോണം. പാദം ചവിട്ടിയത് ആരെന്നറിയണം. ഒരുമിച്ചൊരാമേ പറ. ഉടുമിന്റെ ഘടകതുലറവൻ ഘടകതലി വ്യൗടിക ഥമന്തര വൈഡക ഹൽ മറഖൻസേനിയാധര ലിയാന. ആരാ പാദം ചവിട്ടിയത്? ആരാ പാദം ചവിട്ടിയത്? ഞാൻ ഇങ്ങനെ പറയും, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോ ഉളവാക്കാൻ പരമാധികാരമുള്ളവൻ സസ്യലതാദികളെ പക്ഷി മൃഗാദികളെ ഒറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തുവാൻ ആഴിയെ ഊഴിയെ ആമൻ ആമേൻ ആകാശത്തെ ഊഴിയിലെ പൂഴിയെ മുഴുവൻ നാഴിയിൽ കൊള്ളിക്കാൻ പരമാധികാരമുള്ളവൻ. മോനെ, ഇന്ന് രാവിലെ ഈ സ്തോത്രം പറയുമ്പോൾ നല്ല ഒന്നാന്തര ശക്തിയോടെ സ്തോത്രം പറഞ്ഞോണം. തത്തിപ്പൊത്തിയുള്ള കയ്യടി നമുക്ക് വേണ്ട. ഒരാമേ പറ. ഒറ്റ ജീവിതമുള്ളൂ. ആരാധിക്കുവാണെങ്കിൽ നന്നായിട്ട് ആരാധിക്കണം. പ്രൊസ്ക്യൂനിയോ എന്നൊരു പദമുണ്ട്. ലാക്സിയോ മറ്റൊരു പദമാ. സെബോമായി മറ്റൊരു പദമാ. ആരാധനയുടെ 3 മൂലഭാഷകളുടെ അർത്ഥം. ഇനി എബ്രായ ഭാഷയിൽ ഷാ എന്നൊരു പദമുണ്ട്. Bow down before him.
കളിപ്പാട്ടക്കളിയുടെ ലാഘവത്തോടെ തമ്പുരാന്റെ അടുത്തിരിക്കരുത്. നീ വന്നത് മഹാദൈവത്തിന്റെ അരികിലേക്ക്, നിന്നെ ചമച്ചവന്റെ അരികിലേക്ക്, മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചവന്റെ അരികിലേക്ക്. അടകാന ശബ്ദരാധന, ഒരു സ്തോത്രം പറയുമ്പോൾ, ആമേൻ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇന്ന് രാവിലെ ആമേൻ, ദൈവത്തെ അറിഞ്ഞാരാധിക്കണം, ദൈവമാരെന്ന് അറിഞ്ഞാരാധിക്കണം, അവിടുത്തെ മഹത്വം മനസ്സിലാക്കി ആരാധിക്കണം. പിശാചിന്റെ കൂട്, അവൻ അധികാരം പറഞ്ഞ സ്ഥലം, അവൻ അവകാശം പറഞ്ഞ ഇടം, അവിടേക്ക് പന്തിരുവരെ നടത്തി. ചോദ്യം ചോദിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് ഉത്തരം പറഞ്ഞ്, താമസിച്ചല്ല, ഉടനെ ഉത്തരം. You are the Christ, the Son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. You are the Christ. ക്രൈസ്റ്റ് എന്ന വാക്ക് ക്രിസ്റ്റോസ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം എബ്രായ ഭാഷയിൽ മെസയ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ്. അങ്ങ് അഭിഷക്തനാണ്. ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ, മനം തകർന്നവരെ സൗഖ്യമാക്കുവാൻ, തടവുകാർക്ക് വിടുതൽ കൊടുക്കാൻ, ബദ്ധന്മാരെ വിടുവിക്കാൻ, പീഡിതന്മാർക്ക് അവരുടെ പീഡനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ, ആമേൻ, സിയോനിലെ ദുഃഖിതന്മാർക്ക് ആമേൻ സ്വാതന്ത്ര്യത്തെ കൊടുക്കാൻ, അവരുടെ വിലാപത്തെ മാറ്റി നൃത്തമാക്കാൻ, വിഷണ്ണ മനസ്സിന് പകരം ആനന്ദത്തിന്റെ സ്തുതി എന്ന മേലാട കൊടുക്കാൻ പരമാധികാരമുള്ള അഭിഷക്തനാ ഫിലിപ്പിന്റെ കൈസരിയിൽ പാദം ചവിട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ ഓഫീസിനകത്ത്, ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറയായിരിക്കുന്നിടത്ത്, ഇവിടെ സ്തോത്രം പറയുമ്പോൾ അടകാല ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ പരമാധികാരമുള്ള എന്റെ യേശുവിന്റെ കരം ഇന്ന് രാവിലെ വെക്കുന്നതിനാമേ പറ. Blessed be the name. Hallelujah. ഇത് പേടിച്ചാരാധിക്കേണ്ട ഇടമല്ല. ഹല്ലേലൂയ. ഇത് പേടിച്ച്, ആരെയാ? ശത്രുവിനെ പേടിച്ച് ആരാധിക്കേണ്ട സ്ഥലമല്ല. ശത്രുവിന്റെ മേൽ ജയമേറ്റെടുത്തവന്റെ ജയത്തെ ആഘോഷിക്കുന്ന സ്ഥലമാണ് ആലയം. You are the conqueror. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, അങ്ങ് ജയാളിയാണ്. അതാണ് എന്റെ പാട്ട്. കുഞ്ഞാടെ, നീ യോഗ്യനാണ്. അതാണ് എന്റെ പാട്ട്. ഒരുമിച്ച് ആമേൻ പറഞ്ഞേ. അടുത്തു വരണം, എനിക്ക് കൊരിന്ത്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരണം. അതുകൊണ്ട് സഭയുടെ മർമ്മം പറഞ്ഞത് 14 വെല്ലുവിളികൾ നിൽക്കുകയാണ്. ആമേൻ, ആമേൻ. ബർയോനായ ശിമോനെ, യോനയുടെ മകനായ ജോണിന്റെ മകനായ ശിമോനെ, ആമേൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വെളിപ്പാട് പറയുമ്പോഴും പറയുന്നു, നീ ആരുടെ മകനാണ്? ആ മകനാണ്. ബർ എന്ന പദത്തിന്റെ അർത്ഥം മകൻ എന്നാണ്. ആമേൻ. ജഡരക്തങ്ങളല്ല. അടുത്തത് സ്വർഗസ്ഥനായ എന്റെ പിതാവ്. യേശുവിനെ അറിഞ്ഞത് നിമിത്തം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി, പ്രതികൂലങ്ങളുടെ നടുവിലും യേശു ആരെന്ന് വിളംബരം ചെയ്യാൻ അഭിഷക്തന്മാരെ ആത്മാവിൽ ഒരു ആമേൻ പറഞ്ഞോ. ഏത് ശത്രുവിന്റെ കോട്ടക്കൊത്തളത്തിലും ചെന്ന് യേശു ആരെന്ന് പറയാൻ ആമേൻ സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനിലൂടെ പകർന്ന ആത്മീയ അധികാരത്തിന് ഇന്ന് രാവിലെ ആത്മാവിൽ സ്തോത്രം പറയണം. Wherever you are, എവിടെയും നിങ്ങളാകട്ടെ, തൊട്ടടുത്ത വീട്ടിൽ ആരും താമസിക്കട്ടെ, അപ്രേസ വസ്തു ആരുടെ ആകട്ടെ, സങ്കടപ്പെടാതെ, ചഞ്ചലിക്കാതെ ഒരാമേൻ പറഞ്ഞേ. പാസ്റ്റർ കെ പാപ്പച്ചൻ എന്ന കർത്താവിൻ്റെ ദാസൻ, ഭാഗവതരപ്പച്ചൻ എന്ന് അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്. അദ്ദേഹം ഹാർമോണിയം വായിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ പഴയ പട്ടാളക്കാരുടെ വീട്ടിൽ ചെന്നത് പോലെയാണ്. അദ്ദേഹം ഇങ്ങനെ സഭയുടെ ചരിത്രം പറയും. അദ്ദേഹമാണ് എന്നെ ഈ മനമേ ചഞ്ചലം എന്തിനാ എന്ന പാട്ട് പഠിപ്പിച്ച്. അദ്ദേഹം ഈ പാടാൻ നേരം എപ്പോഴും 8ാം കട്ടയുടെ പാട്ടേ പാടത്തുള്ളൂ. എൻ്റെ അർത്ഥം രണ്ടാമത്തെ സായിക്ക് പറയുന്ന പേരാണ് 8ാം കട്ട. സാരിഗമപദനിസ, ആ സായിലേ പാടത്തുള്ളൂ. അതുകൊണ്ട് ആ സായിൽ അദ്ദേഹം ഈ ഹാർമോണിയം പിടിക്കുന്നത്. നമ്മൾ അത്ര പാട്ടാണെങ്കിലും നമുക്ക് ആദ്യത്തെ സായ പിടിക്കുന്നതാണ് ഇഷ്ടം. ഈ ആലയത്തിൽ കയറുമ്പോൾ ചിലരുടെ ശബ്ദം അങ്ങോട്ട് വളരെ താഴ്മയുള്ളതായിട്ട് മാറും. ചില കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് ശബ്ദമില്ല എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. അവർക്ക് ശബ്ദമേ ഇല്ല.
ആശയവിനിമയം ചെയ്യാൻ ദൈവം സംസാരത്തിന് തന്ന ശേഷിക്കോ രാമൻ പറയണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ്. സംസാരിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത വ്യക്തികളോട് ദൈവത്തിന്റെ വചനം പങ്കുവെക്കാൻ അങ്ങോട്ട് നാവിന് ചലനം ദൈവം തന്നെങ്കിൽ കാണാൻ, കേൾക്കാൻ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ്. ഒരുമിച്ച് രാമൻ പറഞ്ഞു. പലപ്പോഴും നമുക്ക് ഈ ആരോഗ്യം ഉള്ളപ്പോൾ ഈ ആരോഗ്യത്തിന്റെ വില അറിയത്തില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മൾ തീരുമാനം എടുക്കുന്നത് ICU, NICU, MICU, ഈ CCU അതിനകത്തൊക്കെ കിടക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇനിയുള്ള ആൾ നന്നായിട്ട് ഇനി ഞാൻ ആരാധിക്കും, ഇനിയുള്ള ആണ്ട് ഞാൻ കർത്താവെ എന്നെ പുറത്തിറക്കിയ വേണ്ട. ഇന്ന് രാവിലെ ആരോഗ്യമുള്ളപ്പോൾ ആരാധനയ്ക്ക് ആരോഗ്യം ഉണ്ടാകണം. ഒരാമയം പറഞ്ഞാട്ടെ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഭയങ്കര ആരാധന. ഒരു മനുഷ്യൻ ആരാധന എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയ്ക്ക് അനന്തരം അദ്ദേഹത്തിന് ഞാൻ കൈ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എനിക്ക് സ്റ്റേ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചെന്ന് കൈ കൊടുത്ത പാസ്റ്റർ ബേബി ജോൺസൺ. അദ്ദേഹം എന്നോട് കൈ തന്നിട്ട് പറഞ്ഞു, ഞാൻ ലേവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു? അദ്ദേഹം സയൻറ്റിസ്റ്റാണ്, നാസയിലെ സയൻറ്റിസ്റ്റാണ്. ആരാധന കണ്ട പറയത്തേയില്ല. കൊച്ചുപിള്ളേരെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാനിങ്ങനെ പറയാം, മസിൽ പിടിക്കരുത്, തമ്പുരാന്റെ അടുത്ത് വന്നിരുന്നിട്ട്. ഒരാമയം പറഞ്ഞാട്ടെ. IPS ഇതിനകത്ത് വരട്ടെ, സന്തോഷമുള്ളവരെ രാമയം പറഞ്ഞാട്ടെ. IAS ഇതിനകത്ത് വരട്ടെ, സന്തോഷമുള്ളവരെ രാമയം പറഞ്ഞാട്ടെ. ആലയത്തിൽ വന്നോ എൻ്റെ പൊന്നു ബ്രദറെ, കൈ ഉണ്ടോ നന്നായിട്ട് കൈ അടിക്കണം. ആമേൻ. വാതുണ്ടോ നന്നായിട്ട് വാ തുറന്ന് സ്തോത്രം പറയണം. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആഫ്രിക്കയിലല്ലെങ്കിലും ആഫ്രിക്കക്കാരുടെ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ ദൈവം ഒരിക്കൽ അവസരത്തെ തന്നു. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ഉണ്ട്. എനിക്കൊന്ന് ഞാൻ മാത്രമാണ് അവിടെ ഉയരം കുറഞ്ഞ ആൾക്കാർ. ബാക്കി എല്ലാവരും 6-6.25 അടി നീളമുള്ളവരാണ് അവിടുത്തെ ആളുകളെല്ലാം. അവരുടെ പാസ്റ്റർ ബേബി ജോൺസൺ പ്ലീസ് ബി സീറ്റഡ്, ഹൗ ആർ യു. ഭയങ്കര ശബ്ദം അവരുടെ. അന്ന് അദ്ദേഹം അവർ പാടിയ പാട്ട് ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എന്നുള്ളതാണ്. വി വിൽ സിംഗ് കം ഓൺ എന്നിങ്ങനെ പറഞ്ഞതും ഇല്ല. ഡ്രം അടിക്കുന്ന പയ്യൻ കമ്പ് മേലോട്ടൊന്ന് എറിയുന്നതേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അടി എറിഞ്ഞു. എന്നെ കൊണ്ട് ഈ പാസ്റ്റർ ആകാശത്തേക്കൊരു പോക്ക്. അവർ ഈ മസിൽ പിടിച്ച് ആരാധിക്കില്ലേ, ഭയങ്കര മനുഷ്യനാണ്. 12 അടിയെങ്ങാണ്ട് 12 ഇഞ്ചിന്റെ ഷൂ എങ്ങാണ്ട് അദ്ദേഹം ഇടുന്നത്. ഞാൻ പറഞ്ഞു ഓൾ ദ ടൈം. അതേപോലെ ഞാൻ സ്റ്റെപ്പ് വെച്ചില്ലെങ്കിൽ കാലിന്റെ കാര്യത്തിന് തീരുമാനമാകും. അപ്പോൾ എനിക്ക് മനസ്സിലായി, മലയാളിയുടെ കൂട്ടി ഇങ്ങനെ പതുക്കെ നിന്ന് ആരാധിക്കുന്നതിനേക്കാൾ നല്ലത് ഇവരുടെ കൂട്ടിൽ നിന്ന് ഇങ്ങനെ ആരാധിക്കുന്നതാണ്. ഒരുമിച്ച് രാമൻ പറഞ്ഞേ. തൊട്ടടുത്തല്ലേ തമിഴ്നാട്, അവിടെ ഒരു യോഗത്തിന് പോകണം. അവരപ്പ ആണ്ടവരെ ഉമക്ക് നന്ദി കർത്തരേ, ഇവിടെ വല്ലമയ്ക്കായി സ്തോത്രിക്കറോ ആണ്ടവരെ എന്ന് പറയുന്ന കേട്ടാലുണ്ടല്ലോ, മലയാളിയായ ഞാൻ പിന്മാറ്റക്കാരൻ്റെ കൂട്ടങ്ങ് തോന്നിപ്പോകും. കാരണം ഏത് അമ്മച്ചിയും ഏത് അപ്പച്ചനും അപ്പാ എന്ന് വിളിക്കുമ്പോൾ യേശുപ്പച്ചൻ ഇറങ്ങി വന്നിട്ട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ നിന്ന് 4 മണിക്കൂറാണ്. 4 മണിക്കൂർ ട്രാൻസ്ലേഷനും ഉണ്ടായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് പരുവായി. ഞാനിങ്ങനെ പാസ്റ്റർ ഞാനിന്ന് ഗസ്റ്റ് റൂമിലോട്ട്. അപ്പോൾ 250 പേരുണ്ട് ആ ചർച്ചയിൽ. ഇവരാരും പോകുന്നില്ലേ, എല്ലാവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാലേ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി 2 മണിക്കൂറൂടെ നിൽക്കേണ്ടി വന്നു. മൊത്തം 6 മണിക്കൂർ കട്ടിലേ പോയി ഞാൻ വീണേത്. എങ്കിലും 6 മണിക്കൂർ നിൽക്കുമ്പോഴും അകത്തു വ്യാപരിച്ചൊരാത്മശക്തിയുടെ പിന്നിലെ കാരണം അവരുടെ അപ്പാന്നുള്ള ആ വിളിയാ. ഇന്ന് രാവിലെ കുഞ്ഞെ ഇങ്ങനെ പറയാം, അഭിഷക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അനുഭവത്തിന്റെ മൂശയിൽ നിന്ന് അടർത്തിയെടുത്ത പദങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഇവരെ നടത്തിയ വഴികളുണ്ടല്ലോ അവർണ്ണനീയമാ. ഈ പ്രായത്തിലും ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ പിന്നിലെ കാരണം ചില പിതാക്കന്മാരെടുത്ത് ചോദിച്ചേ, മാതാക്കളെടുത്ത് ചോദിച്ചേ. ആരാധിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. ഒരാമേ പറഞ്ഞാട്ടെ. ആരാധിക്കുന്നത് നിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമായി മാറട്ടെ, നിന്റെ ആയുസിന്റെ രഹസ്യമായി മാറട്ടെ. പാടി സ്തുതിക്കുന്നത് അടകമ യുദദന ഹൽ ഹറം ധനബിബി ഹേന ഹൽ ഹസേനി ഹിയാറം ധനേലി യേര. ലജ്ജ കൂടാതെ സോദരാ, ഒരു ദൂത് പറയാം കുഞ്ഞെ. ലജ്ജ കൂടാതെ ആര് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടോ അവർ ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എങ്ങനെ ആരാധിക്കണം?
ലജ്ജ കൂടാതെ, വിത്തൗട്ട് ഷെയിം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ നോക്കുന്നത് അവിടേക്ക് നമുക്ക് മടങ്ങി വരാനുണ്ട്, ക്രൂശിലേക്കാണ്. എനിക്ക് വേണ്ടി വിരൂപനായി തീർന്ന ഒരുവന്റെ മുഖം ദർശിക്കുമ്പോൾ അതിലൂടെ എനിക്ക് പകർന്ന ആദ്യ ആദാമിന് നഷ്ടപ്പെട്ട ആത്മീയ സൗന്ദര്യത്തിന്റെ റീസ്റ്റോറേഷൻ എന്റെ മേൽ വെളിപ്പെട്ടപ്പോ എനിക്ക് സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. ശനാധാര ധരതലഘടകതലിയ ഹാനാധാര ഗന്ധരാധനാധിയ ഹാരംഭ പ്രൗഢിമിനഘടകം ശാലകസ്കദനധിയാന. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നിറഞ്ഞ കൊരിന്ത്, മന്ത്രവാദങ്ങളുടെ കൊരിന്ത്, മ്ലേച്ഛതകളുടെ കൊരിന്ത്, മദ്യപാനികളുടെ കൊരിന്ത്, വ്യഭിചാരം ചെയ്യുന്ന ആളുകളുടെ കൊരിന്ത്, മ്ലേച്ഛത പച്ചവെള്ളം പോലെ കുടിക്കുന്ന കൊരിന്ത്, അവിടെ പൗലോസിനെ ദൈവം കൊണ്ടുചെല്ലുകയാണ്. കൊണ്ടുചെല്ലുന്നതിന് മുമ്പ് തമ്പുരാൻ വേറൊരു കാര്യം ചെയ്തു. റോമിലെ ക്ലൗദോസ് എന്ന ചക്രവർത്തിയെ കൊണ്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ യഹൂദന്മാരും പട്ടണം വിട്ടുപോകണമെന്ന്. അങ്ങനെ 40,000 യഹൂദന്മാര് റോമാ പട്ടണം എന്ത് ചെയ്തു? വിട്ടുപോകേണ്ടി വന്നു. 40,000 കണക്കങ്ങനെയാണ് പറയുന്നത്. ക്ലൗദോസിന്റെ കാലം. പെട്ടെന്നൊരു ദിവസം വീട് വിട്ടിറങ്ങണം, പെട്ടെന്നൊരു ദിവസം കൂടും കിടക്കയും എടുത്തുകൊണ്ട് പലായനം ചെയ്യണം. അപ്പം നമ്മൾ പറയും, ദൈവമേ അങ്ങേ ആരാധിച്ചത് വെറുതെ ആയി പോയോന്ന്. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ലാഭങ്ങൾക്ക് നമ്മൾ സ്തോത്രം പറയും, പക്ഷെ നഷ്ടങ്ങൾക്ക് സ്തോത്രം പറയാറില്ല. നമ്മുടെ ആരാധനയുടെ അടിത്തറ ഏതാണെന്നുള്ളത് ആശ്രയിച്ചിരിക്കും ആരാധിക്കുന്നതിൻ്റെ പിന്നിലെ ബലം. പറഞ്ഞു പറഞ്ഞ ആളുകളെ ഇപ്പൊ ആരാധിപ്പിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയുള്ള ആരാധനയായിട്ട് മാറി. ഇവിടല്ല, പത്യോപദേശം കൃത്യമായിട്ട് പറയാൻ കർത്താവ് ഇതുവരെ നടത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം. ഇവിടെ കാറിന് വേണ്ടി ആരാധനയില്ല. ഒരാമയം പറഞ്ഞാട്ട്. ഒരേക്കർ വസ്തുവിന് വേണ്ടി ആരാധന. ഇവിടെ ആരാധന ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതത്തിനാണ്. എന്താ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം? ദൈവം മനുഷ്യനായതാണ്. That's a great and greatest miracle in the world. എന്താ മോനെ? ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. എന്നിട്ട് രണ്ടാമത്തെ ഒരു അത്ഭുതം, പൊളിഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തെ ദൈവം വസിക്കേണ്ടതിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്നെ അവിടുത്തെ വകയാക്കി മാറ്റാൻ, ആ പുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമാക്കാൻ മഹാദൈവത്തിന് മനസ്സലിവ് തോന്നി. എൻ്റെ ആരാധനയുടെ നോട്ടം ക്രൂശിലെനിക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട നിസ്സീമമായ സ്നേഹമാണെങ്കിൽ നീ ആഫ്രിക്കയിൽ ചെന്നാലും ആരാധിക്കും, അയർലൻഡിൽ ചെന്നാലും ആരാധിക്കും, അറ്റലാന്റ ചെന്നാലും ആരാധിക്കും, അടൂരാന്നേലും ആരാധിക്കും. ഒരാമയും പറഞ്ഞേ. ഇല്ലെങ്കിലേ ചില സമയത്ത് നഷ്ടം വരുമ്പോൾ, ഈ ശരീരം ക്ലേശം അനുഭവിക്കുമ്പോൾ, നിന്ന സഹിക്കേണ്ടി വരുമ്പോൾ, പരിഹാസങ്ങൾ, പഴികൾ, ദുഷികൾ, നിന്ദകൾ, തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തലുകൾ ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ ക്വസ്റ്റ്യൻ തുടങ്ങും. കർത്താവേ, അങ്ങേ ആരാധിച്ചിട്ട് ഇതെനിക്ക് വന്നോ? അങ്ങേ നിങ്ങൾ ഒരു ദിവസം ഓർക്കുക, പെട്ടെന്ന് റോമൻ ചക്രവർത്തി പറയുന്നു, അവർ പെട്ടെന്ന് ഉള്ളത് കൈ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ പറ്റുന്നത് മാത്രം. കട്ടിലെടുത്ത് കാണില്ല, കസേര എടുത്ത് കാണത്തില്ല, കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടാകും, കുറച്ച് പാത്രങ്ങൾ എടുത്തുണ്ടാകും. ഇതെല്ലാം എടുത്തോണ്ട് ഒരു വീട് പെട്ടെന്ന് പലായനം ചെയ്യേണ്ടി വരിക. റോമിൽ അവരുടെ വീട് ആലയമായിരുന്നു, സഭയായിരുന്നു. റോമാലേഖനം പരിശോധിക്കണം. അക്വിലാവിനും പ്രിസ്കിക്കും വന്ദനം ചൊല്ലണം, അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലണം. അതാണ് അവരുടെ പ്രത്യേകത. എന്നിട്ട് പലായനം ചെയ്ത് കൊരിന്തിൽ വന്നു. ഇനി കൊരിന്തിൽ വരാനൊരു കാരണം, ഇസ്തൂമിയൻ എന്ന് പറയുന്ന ഒരു ഗെയിം. മക്കളെ ശ്രദ്ധിച്ച്, ഏറ്റവും വലിയ ഗെയിം ആഥൻസിലെ ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സ് കഴിഞ്ഞ രണ്ടാമത്തെ ഗെയിം ഈ കൊരിന്തിലെ ഇസ്തൂമിയൻ ഗെയിമാണ്. ഇസ്തൂമിയൻ ഗെയിം. അപ്പൊ പല ആളുകൾ അവിടെ പാസഡോൺ എന്ന സമുദ്രദേവനെ പ്രസാദിപ്പിക്കേണ്ടതിനുള്ള ഗെയിമാണ് ഇസ്തൂമിയൻ ഗെയിം. അപ്പൊ ആ ഗെയിം ആൾക്കാർ അവിടേക്ക് പല സ്ഥലത്തു നിന്ന് ആളുകൾ വരും. ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് പാർക്കാനുള്ള ടെന്റ് വേണം.
ആ ടെന്റ് പണിയാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ കൂടാരപ്പണിക്കാർ എവിടെ തന്നെ തെരഞ്ഞെടുത്തത്? കൊരിന്ത് തന്നെ തെരഞ്ഞെടുത്തത്. കാരണം ജോലിക്ക് സാധ്യതയുള്ളിടത്താണ് ആളുകൾ പോകുക. പണ്ട് 10ാം ക്ലാസ്സും ടൈപ്പും ഷോർട്ട് ഹാൻഡും കഴിഞ്ഞാൽ നേരെ മുംബൈക്ക് ഒരു പോക്കുണ്ട്. കാരണം അറിയാമോ, അവിടെ ജോലിക്കുള്ള സാധ്യതയുണ്ട്. അവിടെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവർ ഗൾഫിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് നേരെ അങ്ങ് അമേരിക്കയിലേക്ക് പോകും. ഇതൊരു റൂട്ടാണ്. ഇതേപോലെ കൊരിന്തിലേക്ക് അവർ പലായനം ചെന്നു വന്നു ജോലി സാധ്യതയ്ക്ക്. പക്ഷെ അവരുടെ പാലായനവും ക്ലൗദോസിന്റെ കൽപ്പനയ്ക്ക് പിന്നിലും, അവരുടെ പാലായനത്തിന്റെ പിന്നിലും, പരദേശ പ്രയാണത്തിന്റെ പിന്നിലും പാവനനായ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം പറയണം. ഇന്ന് രാവിലെ ഇതിനകത്ത് വന്ന ചില കുടുംബങ്ങളോട് ഞാൻ നിയോഗത്തോടെ പറയുന്നു, നിങ്ങൾ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നയാളല്ല. ഒരാമയും പറഞ്ഞാട്ടെ. അല്ല അല്ല അല്ല. പക്ഷേ നിങ്ങളെ ഇന്ന് രാവിലെ ഇതിനകത്ത് കൊണ്ടുവന്നതും ഈ പട്ടണത്തിൽ കൊണ്ടുവന്നതിൻ്റെ പിന്നിലും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുള്ളതിന് ആമേൻ പറഞ്ഞാട്ടെ. ഇനി ഇവിടെ ഉള്ളവരോടും ദൂത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളെ ഈ ദേശത്ത് തന്നെ ആക്കി വെച്ചതും ഈ ആലയത്തിൽ കൊണ്ടുവന്നതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് രാവിലെ തിരിച്ചറിയണം. ഞാനിങ്ങനെ ചോദിക്കുന്നു, മോനെ എന്തിനാ നിനക്ക് ഈ ജന്മം തന്നേ? മോനെ എന്തിനാ നിനക്ക് ഈ ആയുസ് തന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഒരു പ്രയോജനമില്ലാത്ത ജീവിതമായിരിക്കും നമ്മുടേത്. തന്നെത്താനെന്ന് ചോദിക്കണം, ദൈവമേ എന്തിനാണ് എനിക്ക് ഈ ആയുസ് തന്നത്? അവിടുത്തെ ഉദ്ദേശം എന്താണ്? അവിടുത്തെ പ്ലാൻ എന്താണ്? അവിടുത്തെ ആഗ്രഹം. നമ്മൾ സാധാരണഗതിക്ക് നമ്മുടെ ആഗ്രഹം എല്ലാം കൂടെ വെച്ചിട്ട് തമ്പുരാന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് രക്തം കൊണ്ട് മുദ്രയിടപ്പ, കർത്താവെ തീ ഇറങ്ങട്ടെ ഇതിൻ്റെ മേൽ, കർത്താവ് ടിക്കിടപ്പ, വായിക്കേണ്ട കർത്താവ് അങ്ങ് ടിക്കിട്ടാൽ മതി. ആമേൻ. 21 കഴിയുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ എഴുതി വെച്ച എല്ലാ വിഷയത്തിനും ടിക്കിട്ട് കഴിയുമ്പോൾ നമ്മൾ പക്ഷെ 21 ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒപ്പിട്ട് വെള്ളപ്പേപ്പർ കൊണ്ടങ്ങിരിക്കണം. ഒരാമയം പറ. ഒപ്പിട്ട് വെള്ളപ്പേപ്പർ കൊണ്ടിരിക്കണം. തമ്പുരാൻ എഴുതട്ടെ ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാന്ന്. ആമേൻ. അതിന് കുറവാന്ന് എനിക്കറിയാം കേട്ടോ. സ്തോത്രം. നാം യേശുവിനെ നമ്മുടെ അടുത്ത് യേശു വന്നാൽ നമ്മൾ യേശുവിനെ വെറുതെ വിടുവോ? അയ്യോ, നമ്മൾ പറയും കർത്താവ് വേഗം വാ, യേശു വന്നു. വൈഫിനെ വിളിക്കും, പിള്ളേരെ വിളിക്കും. ഓരോരുത്തർ കർത്താവ് ഇത് മൂത്ത മോനെ, ഇത് ഇളയ മോളെ ഒന്ന് തൊട്ട് കർത്താവ്. പിന്നെ പാസ്പോർട്ട് എവിടെ? പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോവാ. യേശു വന്നു. കർത്താവ് 5 വൻകരയുടെ മേലും കർത്താവ് എന്ന് വെച്ചാട്ടെ. നമുക്കതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം, കുഞ്ഞെ ഞാൻ വന്നത് എനിക്ക് നിന്നിലൂടെ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. യേശുവേ അങ്ങയെ ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറം അങ്ങാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ. ഓ, നിങ്ങളെല്ലാവരും കേട്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. യേശുപ്പ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ എനിക്ക് കൃപ തരണമേ. വെറും കൈയായിട്ട് തമ്പുരാൻ്റെ അടുത്ത് പോയി നിൽക്കാൻ എന്നെ അനുവദിക്കരുത്. എനിക്കറിയാം തീവ്രമായി സുവിശേഷം പറയുന്ന മിഷണറിമാരുടെ സംഘം ഈ സമൂഹത്തിനുണ്ടെന്നും പ്രായത്തെ പോലും മറന്നിട്ട് കൊടും കാട്ടിനകത്ത് പോയി കിടന്ന് ആൻറ്റി ഉൾപ്പെടെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ടെസ്റ്റ് മണിയൊക്കെ തീവാരി തിന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആമേൻ. ജോ പാസ്റ്ററുടെ മാതാവ് ഉൾപ്പെടെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം. ആമേൻ. ഞാൻ ആ സാക്ഷ്യമൊക്കെ കേട്ടിട്ട് എനിക്കങ്ങ് തീവ്രത തോന്നിയിട്ടുണ്ട്. അവർക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഈ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ക്യാമ്പുകളിൽ പോയിട്ട് ഞാൻ അവരുടെയൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ട് പറയും, പിള്ളേരെ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ, നന്നായിട്ട് യേശുപ്പച്ചന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നീ എയറോനോട്ടിക്കൽ എഞ്ചിനീയറോ MBBS MBA അല്ല മക്കളെ, ലോകത്തിലെ ഏത് ഡിഗ്രിയും കരഗതമാക്കട്ടെ, പ്രാർത്ഥിക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ അതല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നീ ഏത് പൊസിഷനിലും എത്തട്ടെ, അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിന്ന് രാവിലെ ഒന്ന് തിരിച്ചറിയേണ്ടതിന് നിന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ട്. കർത്താവ് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താ? ഒരു UKG കാരൻ, LKG കഴിഞ്ഞ് UKGക്ക് പഠിക്കുന്ന ഒരു ചെക്കൻ തൻ്റെ കൂട്ടുകാരിയെ രക്ഷയിലേക്ക് നടത്തിയ ഒരു സാക്ഷ്യം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആ കൂട്ടുകാരുടെ വീട്ടിൽ യോഗത്തിനും പോയിട്ടുണ്ട്.
അത് പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട പദമാണ്. പുള്ളി ഒരു കൊച്ചു പ്രാസംഗികനുണ്ട്. പുള്ളി നിന്റെ ഏത് വിഷയത്തിനും വിടുതലുണ്ട്. അപ്പം ഈ സയനോരയുടെ വീട്ടിൽ ഈ കടം കയറിയിട്ട് എല്ലാവരും കൂടെ ചാകാനിരിക്കുക. അവളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരത്തേ ഉള്ളൂ, അപ്പനും അമ്മയൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ട്. എടി സയനോരെ, പുള്ളി ബുധനാഴ്ച പാസ്റ്ററാ. എടി സയനോരെ, നിന്റെ വിഷയത്തിന് വിടുതൽ വേണോ? ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ഞങ്ങളുടെ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, എന്നാ നിന്റെ വിഷയത്തിന് വിടുതലാ. പുള്ളിക്ക് ഒരൊറ്റ ദൂതേ പറയാനുള്ളൂ. എന്നിട്ട് അവൻ പാസ്റ്റർ എടുത്ത് പോയി പറഞ്ഞു, ഞാനൊരു ആത്മാവിനെ കൊണ്ടുവരുമെന്ന്. ഒരാമയം പറ. ഈ വീടിനകത്തങ്ങ് തീ പോലെ പ്രശ്നമായി കേട്ടോ, തീ പോലെ വിഷയമായി, തീരുന്നതിൻ്റെ തൊട്ട് വക്ക് വരെ എത്തി. സൈനോരെ ബുധനാഴ്ച അവൻ ദൂത് പറഞ്ഞു വിട്ടു. സൈനോരെ പറഞ്ഞു, ഇന്ന് എനിക്ക് ചായം വേണ്ട, കാപ്പിയും വേണ്ട, ഒന്നും വേണ്ട, ഐ വാണ്ട് ടു സീ ദ പാസ്റ്റർ. അവർ പാരമ്പര്യ പശ്ചാത്തലത്തിലുള്ളവരാണ്. പക്ഷെ എല്ലാവരും കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ അവർ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അവരുടെ പാസ്റ്റർ എടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഇന്നയാടെ പാസ്റ്ററാണ്. അപ്പം അവർ പറഞ്ഞിട്ട് വന്നതാണ്. രാത്രി 2 മണി വരെ പാസ്റ്റർ അവരോട് സംസാരിച്ചു. 2 മണിയായപ്പോൾ ആ കുടുംബത്തിൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി. അവന് ഗ്രീക്കും അറിയില്ല, ഹീബ്രു അറിയില്ല, അരാമിക്കും അറിയില്ല, ആകരാതി ശരിക്കും അറിയാവോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞു, യേശു വിടുവിക്കുന്ന ദൈവമാണെന്ന്. എൻ്റെ കുഞ്ഞ്, നിനക്ക് എത്ര വയസ്സുണ്ട്? ആൻറ്റി എത്ര വയസ്സുണ്ട്? അങ്കിളെ എത്ര വയസ്സുണ്ട്? എത്ര പേരെ യേശുവിങ്കിലേക്ക് നടത്തി? വെറും കൈയായിട്ട് പോയി നിൽക്കല്ലേ, നാണക്കെട്ട് നിൽക്കല്ലേ, തല താഴ്ത്തി നിൽക്കാൻ ഇടവരല്ലേ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരോട് ചോദിക്കണം, സാധാരണ ജോലിക്കാരൻ ഇറങ്ങി വരുന്നതിൻ്റെ കൂട്ട് ബാങ്കിലെ ജോലിക്കാർക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല, ക്ലോസ് ചെയ്യാതെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. വന്നത് പോയത് ബാക്കിയുള്ളത്, അല്ലെ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് വേണ്ട, എല്ലാം കൂടെ റെഡിയാക്കി ക്ലോസ് ചെയ്ത് ക്യാഷ് എണ്ണി അത് ലോക്കും കൂടെ ചെയ്തിട്ടേ ഇവർക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 39,000 ദിവസം. മക്കളെ, യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എത്ര ദിവസം? 39,000. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ എത്ര ദിവസം? അത്രയുള്ള നമ്മൾ കേട്ടോ, അത്രയുള്ളൂ. അതൊന്നും അറിയാനാ. കരഞ്ഞോണ്ട് തുടങ്ങി കരയിപ്പിച്ചുകൊണ്ട് അവസാനിക്കും. ഒരാമയും പറഞ്ഞു. 2 തുള്ളി കണ്ണുനീര്, 1 പിടി മണ്ണ്, ലാസ്റ്റ് ഗിഫ്റ്റ്. ഇനി ആരാന്നേലും കൊള്ളാം, ലക്ഷങ്ങളുടെ വീട്ടിൽ താമസിച്ചാലും ലക്ഷം വീട്ടിൽ താമസിച്ചാലും അത്രയേ ഉള്ളൂ. ഒരാമയും പറഞ്ഞു. അത്രയേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ശവപേടകം മേടിച്ചത് 50,000 രൂപയുടെ 50,000 രൂപയുടെ ശവപേടകം. അത് സ്വർഗപ്പെട്ടി എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് ഈ ബോഡി അടക്കിയാലും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ആർക്കാന്നറിയത്തില്ല. സ്തോത്രം പറ. അതിലൊന്നും അല്ല മഹിമയും മഹത്വമൊന്നും. ശവക്കുഴിക്കപ്പുറം സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേര് അതിന് ആമേൻ പറയും? അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. എനിക്ക് ശവക്കുഴിക്കപ്പുറം സമ്പത്തുണ്ടോ? അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടുത്തെ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ആഫ്രിക്കയുടെ മിഷണറി പിതാവ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ പണമില്ലാത്ത സമ്പന്നനാണെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? താൻ നേടിയത് സ്വർണ്ണക്കനികളല്ല, താൻ നേടിയത് ഡോളറുകളല്ല, ദറംസ് അല്ല, പൗണ്ടല്ല, ദിനാറുകളല്ല, പിന്നെയോ താൻ നേടിയത് ആത്മാക്കളെയാ. മോനെ, ഇന്ന് രാവിലെ നീ ഏത് പൊസിഷനിലുമായിരിക്കട്ടെ, വിത്തൗട്ട് ഷെയിം, ആ 2ാമത്തെ സ്പെക്സ് ഒന്ന് കൈ ഉയർത്തി മോനെ. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ദൂത് പറയുന്നു, കർത്താവിൻ്റെ നാവാകാനും കർത്താവിൻ്റെ ശബ്ദമാകാനും നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് നീ വിധേയപ്പെട്ടാൽ മൂർച്ചയുള്ള മിനുക്കിയ ഒരമ്പെന്ന പോലെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഒന്ന് സ്തോത്രം പറഞ്ഞേ. നിൽക്കണം ഷെയിമില്ലാതെ യേശു അപ്പച്ചന് വേണ്ടി. ഒരുമിച്ച് നാമേൻ പറഞ്ഞാട്ടെ. ഒരു കോളനിയിൽ ഒറ്റയ്ക്ക് ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ട്. അവരൊക്കെ ജാതികളാ പാസ്റ്ററെ, അവരാരും വിശ്വാസികളല്ല. എന്നിങ്ങനെ പതുക്കെ വളരെ ശാന്തത്തിൽ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഒച്ചത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഇങ്ങനെ ഒച്ച പ്രസംഗിച്ചു. ഒറ്റ സ്പീക്കറാ. ഒരാമയും പറഞ്ഞോട്ടെ. എനിക്ക് 16 വയസ്സേ ഉള്ളു അന്ന്. തീർത്ത് പ്രസംഗിച്ചു. ഒരു വണ്ണമുള്ള ഒരു ആൻറ്റി എന്നെ തടഞ്ഞു. തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ നേരം പഞ്ചായത്ത് കിണറിൻ്റെ അവിടെ നിന്നിട്ട് ചോദിച്ചു, തലയ്ക്ക് വട്ടുണ്ടോടാ?
ഒന്നോ രണ്ടോ പേരെ ഉള്ളല്ലോ യോഗത്തിന്, തൊണ്ട തുറന്നാൽ 1000 പേരുള്ളതിന്റെ കൂട്ടാന്നല്ലോ. ഞാൻ പറഞ്ഞു ദൈവം തന്ന ശബ്ദത്തിന് ആമേൻ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആന്റി നോക്കിയപ്പോൾ നമുക്ക് അംശവടിയില്ല, സ്ഥൈര്യലേപനത്തിന്റെ കുപ്പിയില്ല, തലപ്പാവില്ല, പൗരോഹിത്യ വേഷഭൂഷാദികളൊന്നുമില്ല, മുദ്രമോതിരവും ഇല്ല. പിന്നെ എടാന്ന് വിളിച്ചാൽ എന്താന്നാ ഒരു ചോദ്യം. എനിക്കതുകൊണ്ട് സങ്കടമൊന്നും തോന്നിയില്ല. പാവം പരിജ്ഞാനമില്ലാത്തൊരു വാത്സല്യ മാതാവ് പറഞ്ഞ അറിയാത്ത വാക്കുകൾ അത്രേ തോന്നിയുള്ളൂ. പക്ഷെ തമ്പുരാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തൻ്റെ ഭർത്താവിന് വട്ടുപിടിച്ചു പോയി. ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുവന്നു. ഞാനത് അറിഞ്ഞില്ല താനും. 2 ദിവസം കഴിഞ്ഞ് യോഗത്തിന് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. ചോദിച്ചു, ആൻറ്റി മോനെ ഒരൊറ്റ കരച്ചിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അച്ചായന് തലയ്ക്ക് സുഖമില്ലാതെ മേളിക്കിടപ്പുണ്ട്, മോൻ പ്രാർത്ഥിക്കണം, മോനെ വിളിച്ചത് കൊണ്ടാണ്. അന്നേരം നമുക്ക് ഈ ദൈവം ഇടപെടുമ്പോൾ നമുക്കൊരു ദൈവമക്കളോട് കളിച്ചാൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിയാതെ വരത്തില്ല. അന്നേരം തമ്പുരാൻ പറഞ്ഞ തറയിൽ നിൽക്കാൻ ഒരാമയും പറഞ്ഞിട്ട് ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ കെയർ ഓഫിൽ പ്രശംസിക്കരുത്. ദൈവമാണ് ചെയ്തത്. ഒരാമയും പറഞ്ഞാട്ടെ. കർത്താവിനോട് പറഞ്ഞു, എന്താ അതിന് തിരിച്ചു ചെയ്യാനുള്ളത്, എന്തെങ്കിലും തിരിച്ചു ചെയ്യണം. കർത്താവിനോട് പറഞ്ഞു, വീട്ടിൽ ഞങ്ങൾ ആടിനെ വളർത്തുന്ന പരിപാടി എൻ്റെ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ആടിനെ വിറ്റിട്ട് ആ സ്ഥലത്ത് പോയി 3 ദിവസത്തെ കൺവെൻഷൻ നടത്താൻ കർത്താവ് പറഞ്ഞു. ആടിനെ വിറ്റ് അവിടെ പോയി 3 ദിവസത്തെ കൺവെൻഷൻ നടത്തി. ആ കോളനിയിലുള്ള ഒത്തിരി പേര് യേശുവിൻ്റെ വകയായിട്ട് മാറി. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ ലജ്ജ കൂടാതെ നിന്നാൽ, ചില രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ 1000 പേരുള്ള വേദിയിലൊക്കെ തമ്പുരാൻ കൊണ്ട് നിർത്തി. എന്നോട് ആ പാസ് പറഞ്ഞു, മോനെ 1000 പേരുണ്ട്, പേക്കുട്ടി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പദം പറയുമ്പോൾ ഞാൻ ഓർത്തു, ഒരിക്കൽ 1-2 പേരെ ഉള്ളല്ലോ. ആ തൊണ്ട തുറന്നാൽ എത്ര പേരുള്ളത് പോലെ 1000 പേരുള്ള 1000ത്തിലും അതിനേക്കാൾ അപ്പുറമുള്ള വേദികളിൽ തമ്പുരാൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവര് ശപിച്ചു പറഞ്ഞ ശാപത്തിന്റെ വാക്കിനെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നതിന് ഇന്ന് രാവിലെ ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രസംഗത്തിന്റെ വേദി സഭകളുടെ അകത്തളമല്ല, 4 ആൾ കൂടുന്ന 4 കവലകളിൽ കള്ളും കഞ്ചാവും കാജാവീടിയും അടിച്ചു നിൽക്കുന്നവനോട് യേശു മാത്രം ജീവിക്കുന്ന ദൈവമാണെന്ന് വിളിച്ചു പറയുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ശുശ്രൂഷ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, കുഞ്ഞെ ഇന്ന് രാവിലെ ലജ്ജ കൂടാതെ നിൽക്കാൻ നീ റെഡിയാണെങ്കിൽ നിന്നെ നിർത്താൻ എന്റെ ദൈവം വിശ്വസ്തനാ. 70 80 വയസ്സാകട്ടെ, റിട്ടയർമെന്റ് ഇല്ലാത്ത മിനിസ്ട്രിക്ക് ഒരാമയം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മോന് വേണ്ടി കുറെ അധ്വാനിച്ചില്ലേ, മോൾക്ക് വേണ്ടി കുറെ അധ്വാനിച്ചില്ലേ, കൊച്ചുമക്കളെ ഇപ്പം നോക്കുന്നില്ലേ? ആമേൻ. എല്ലാരും ഒരു ദിവസം അങ്ങ് ബൈ പറയുമെന്നേ. എല്ലാരും കേട്ടെ, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ വീട് പണിയും കൂടെ കഴിഞ്ഞിട്ട് വേണം കർത്താവേ, കണ്ണടയുന്നതിന് മുമ്പ് ആ വീട് പണി ഒന്ന് കാണണം. കണ്ണടയുന്നതിന് മുൻപ് ഞാൻ 95 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോ കൊച്ചുമക്കളുടെ മുഴുവൻ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്ററെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അമ്മച്ചിക്ക് 95 വയസ്സായി. അപ്പൊ എനിക്ക് മനസ്സിലായി 100 ആയാലും പ്രാർത്ഥനാ വിഷയം തീരത്തില്ലെന്ന്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാ, കണ്ണടയുന്നതിന് മുൻപ് കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് പോയാൽ മതി. അതിനൊച്ച കുറഞ്ഞോന്നൊരു ശബ്ദം. എല്ലാവരും ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാൻ എനിക്ക് കൃപ തരണമേ, അതിനുവേണ്ടി ആയുസ്സിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. വേഗത്തിലെടുത്തു വരണം. ആമേൻ. ഇവർ അക്കിലാവും പ്രിസ്കില്ലയും കൊരിന്തിലേക്ക് വന്നു. പൗലോസ് അവിടേക്ക് ചെന്നു. തനിക്ക് ആ കൂടാരപ്പണി ചെയ്യുന്ന അവരുടെ വീട്ടിൽ അക്കിലാവും പ്രിസ്കില്ലയും ഒരു വലിയ പ്രഭാഷണ വിഷയം തന്നെയാണ്. സ്തോത്രം. സാധാരണഗതിയിൽ ഈ കല്യാണം നടക്കുമ്പോൾ അബ്രഹാമിനെയും സാറയും ഇസഹാക്കിനെയും റിബേക്കയും യാക്കോബിനെയും റാഹേലിനെയും ബോവസിനെയും രൂത്തിനെയും അനുഗ്രഹിക്കുകയും അക്കിലാവിനെയും പ്രിസ്കില്ലയെയും അനുഗ്രഹിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്നൊരു വിളിപ്രാർത്ഥനയുണ്ട്. നവദമ്പതികളുടെ ശിരസിന്റെ മേൽ വെച്ച ഒരു ആശീർവാദ പ്രാർത്ഥന. അവരുടെ വിചാരവും കേൾവിക്കാരുടെ വിചാരവും തലമുറകൾ ഉണ്ടാകണം, കുടുംബമാകണം, ഒത്തിരി മാന്യതകളും ഉയർച്ചയൊക്കെ ഉണ്ടായി ഇങ്ങനെ പോകാനായി ഈ പ്രാർത്ഥനയെന്ന് തെറ്റി. ശരിക്കും ആ കപ്പിൾസിനെ വിളിച്ച് അക്കിലാവിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കല്ലേ എന്ന്. കാരണം അറിയാമോ, ഒരു പാസ്റ്ററെ 18 മാസം വീട്ടിൽ താമസിപ്പിച്ച കുടുംബമായത്. ഒച്ച കുറഞ്ഞോ?
ഒരു പാസ്റ്റർ 3 ദിവസം തന്നെ താമസിക്കാൻ നേരം നമ്മുടെ വീടിനകത്ത് എന്തോ സൈലന്റ് വാലിയാന്നറിയാമോ. പാസ്റ്റർ വരുമ്പോൾ തന്നെ എണ്ണ തീർന്നെന്ന് എങ്ങനെ അമ്മാമ്മ പറയുന്നത്? എണ്ണ തീർന്നു അച്ഛനത് ഭയങ്കര സൈലന്റാ. പല രാജ്യങ്ങളിൽ ഒത്തിരി കുടുംബങ്ങളിൽ പാർക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഈ 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞ് നമ്മൾ പോരാൻ നേരം ഒരു പാസ്റ്റർ വന്നത് വലിയ അനുഗ്രഹമായിരുന്നു. അവരുടെ വീടും പിള്ളേരും എല്ലാം ഭയങ്കര ഓർഡറാണ്. പ്രാർത്ഥനയ്ക്ക് അവരെല്ലാം റെഡിയാവുന്നു, ബൈബിൾ പഠനത്തിന് റെഡിയാവുന്നു. പാസ്റ്റർ നെക്സ്റ്റ് ടെക്സ്റ്റ് ഏതാണ് അവർ നോട്ട് എഴുതിയെടുക്കുന്നു. ഭയങ്കര ഒരു സ്പിരിച്വൽ ലെവലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോൺ കോൾ വരും, പാസ്റ്റർ ഇപ്പൊ പണ്ടത്തെ പോലെ ആകുന്നില്ല, പാസ്റ്റർ എന്താ വരുന്നത് രാമേ പറഞ്ഞോണ്ട്. കാരണം അറിയാമോ, ആ ദിവസങ്ങൾ ഇനി ഈ അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിൽ പൗലോസ് താമസിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? അപ്പല്ലോസ് എന്ന ദൈവദാസനെ ഇവർ കാണുക എഫെസോസിൽ വെച്ച് വാക്സാമർത്ഥ്യമുള്ള ഒരു പ്രഭാഷകൻ. താൻ ഇങ്ങനെ മാനസാന്തര സ്നാനവും യേശുവിനെ കുറിച്ചുള്ള അറിവും ഉള്ള അറിവിൽ തീർത്ത് പ്രസംഗിക്കും. അപ്പൊ അക്വിലാവും പ്രിസ്കില്ലയും ഒരു കാര്യം ചെയ്തു, അവരെ വീട്ടിൽ കൈക്കൊണ്ടിട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയിച്ച് പ്രസംഗിക്കാൻ, ആ വ്യക്തിക്ക് വേണ്ട സന്ദേശത്തെ കൊടുക്കാൻ ഈ അക്വിലാവിനെയും പ്രിസ്കില്ലയും ദൈവം ഉപയോഗിച്ചു. according to the word of God. അതിന്റെ അർത്ഥം യെശയ്യാ പ്രവചനം 7:14 കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മീകാ പ്രവചനം 5:2 നീ എഫ്രാത്തെ ബേത്ലഹേമേ ഇസ്രായേൽ നീ എഫ്രാത്തെ ബേത്ലഹേമേ യഹൂദാ സഹസ്രങ്ങൾ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. യെശയ്യാ പ്രവചനം 61, യെശയ്യാ പ്രവചനം 53. ഇങ്ങനെ അങ്ങോട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഇവർക്ക് തെളിയിച്ച് പറഞ്ഞു കൊടുക്കാൻ പഠിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? 18 മാസം അവരാ പൗലോസിന്റെ കൂടെ കഴിച്ച പ്രാർത്ഥനകൾ ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ, ക്രിസ്തുവിന്റെ വെളിപ്പാടിന്റെ ആഴമേറിയ പഠിപ്പിക്കലിന് കാരണമായി. ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ, ചിലരെ ഒരുക്കിയെടുക്കാൻ. നീ അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് പറഞ്ഞ മറ്റൊരു പദമുണ്ട്. പൗലോസ് പറയാൻ, എനിക്ക് വേണ്ടി കഴുത്തു വെച്ചു കൊടുക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ. അർത്ഥം മരിക്കണമെങ്കിൽ വി ആർ റെഡി എന്ന് പറയുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന്റെ പേര് പറഞ്ഞല്ല തലേ കൈവെക്കുന്നതെന്ന് ഓർമ്മയുള്ള എത്ര പേരുണ്ട്? സ്വത്രം. അപ്പൊ എന്തിനാ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന അറിയാമോ? അവരെ ഉപയോഗിച്ചതുപോലെ ഈ നവദമ്പതിമാരെ ഉപയോഗിക്കണമേ. അബ്രഹാം ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി നിന്നു. പ്രാർത്ഥനാ മനുഷ്യനായി ഇസഹാക്ക് പ്രാർത്ഥനയുടെ മറുപടി കണ്ടു. അവൻ ദൂരവേ എഫ്രയീമിൽ നിന്നൊരു യോശുവ ഉണ്ടാകുമെന്ന വെളിപ്പാടോടുകൂടെ മനശ്ശയുടെ തലമേലല്ല, എഫ്രയീമിന്റെ തലമേൽ വലങ്കൈ വെക്കാൻ യാക്കോബിന് വെളിപ്പാടുണ്ടായിരുന്നു. ബോവസിന് കനാന്യ സ്ത്രീ ബോവാബ്യ സ്ത്രീയാണെന്ന് അവൻ ചിന്ത വന്നിട്ട് അവളെ കൈക്കൊള്ളാൻ ദാവീദ് വരുന്ന ഒരു തലമുറ വരുമെന്നുള്ള വെളിപ്പാട് ബോവസിനുണ്ടായിരുന്നു. ഒരുമിച്ച് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അടകാല വെളിപ്പാട് മനസ്സിലാക്കി ആത്മാവിലെ വചനത്തോട് പ്രതികരിക്കാൻ ഇന്ന് രാവിലെ ദൈവജനം റെഡിയാകട്ടെ. 18 മാസം ആ ദൈവദാസനെ വീട്ടിൽ പാർപ്പിച്ചു കേട്ടോ. ഇനി പൗലോസിന്റെ കൊരിന്ത്യ ലേഖനത്തിന്റെ ചില ചിന്തകളിലേക്ക് നമ്മൾ വേഗത്തിലൊന്ന് വരണം. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത് വേദഭാഗമാണ് നാം ഒരുമിച്ച് തിരുവചനത്തിന്റെ നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ഒരുമിച്ച് ഒന്നാമേ പറഞ്ഞാട്ടെ. കൊരിന്ത്യ ലേഖനം എഴുതുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഒരു റിപ്പോർട്ടാണ്. ഒരു റിപ്പോർട്ട് ലഭിച്ചതാണ്. എന്താണ് അവിടെ ലഭിക്കപ്പെട്ട റിപ്പോർട്ട്? ക്ലോവയുടെ ആളുകൾ പൗലോസിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ സഭയിൽ ഭിന്നതയുണ്ട് എന്നുള്ള വാർത്ത പൗലോസിനെ അറിയിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള കാരണം? അതൊന്ന് പറയാനാണ് 1:18 പറഞ്ഞു തുടങ്ങുന്നത്. കൊരിന്തിലെ പ്രഭാഷണത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു. സാധാരണഗതിയിൽ കൺവെൻഷനുകളുടെ, പഴയകാല കൺവെൻഷനുകളുടെ നോട്ടീസുകളുടെ ഏറ്റവും മുകളിലിരുന്നൊരു വാക്യമുണ്ടായിരുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരുമിച്ച് ഒരാമേൻ പറഞ്ഞാട്ടെ. ഏതെല്ലാം സ്ഥലങ്ങളിൽ ദൈവം നിർത്തിയിട്ടുണ്ടോ അവിടെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഞാൻ ഇന്നും എന്നും വിളിച്ചു പറയാം, ആ വചനം എവിടെ പറഞ്ഞിട്ടുണ്ടോ ആ വചനത്തിൻ്റെ വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. എവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിയിട്ടുണ്ടോ ആമേൻ, ക്രൂശിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക വിടുതലുകൾ അന്നും ഇന്നും ഒരേപോലെ ചലിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ മഹത്വം കരയറ്റുകയാ. ദയവായി ശ്രദ്ധിക്കണം. ദൈവജനത്തിന്റെ ആരാധനയുടെ അടിത്തറ ക്രൂശിക്കപ്പെട്ട കർത്താവായിരിക്കണം. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, മകളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ ശൂന്യംകാരിക്ക് തന്റെ മണവാളിനെ കുറിച്ച് പറയുകയാ. വെണ്മയും ചുമപ്പുമുള്ളവൻ, അല്ലെ, മനോഹാരിതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വർണ്ണിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും മനോഹരമായ പദങ്ങൾ കൊണ്ട് തന്റെ പ്രിയനെ ആ ശൂന്യംകാരിത്തി വർണ്ണിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. എന്റെ യേശു അതിസുന്ദരനാകയ. ഒരുമിച്ചൊന്നാമേൻ പറഞ്ഞാട്ടെ. ഇനി പ്രകാശത്തെ വാരിച്ചുറ്റിയ ധന്യനായ ഏകാധിപതി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ, രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ, അവിടുന്നാണ് എന്റെ കർത്താവ്. ഒരാമേൻ പറ. മോനെ, നിന്റെ ത്വക്കിന്റെ നിറം, ഇനി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മനുഷ്യനൊരു നിറമേ ഉള്ളൂ. മനുഷ്യനൊരു നിറമേ ഉള്ളൂ. ആ നിറം ബ്രൗൺ ആണ്. ഏതാണ്? ബ്രൗൺ. ബാക്കിയെല്ലാം ഷെയ്ഡുകളാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരു ചർച്ചിൽ ചെന്നപ്പോൾ അവരുടെ ക്യാമ്പിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, മനുഷ്യൻ്റെ നിറം ബ്രൗൺ ആണ്, ബാക്കിയെല്ലാം ഷെയ്ഡുകളാണ്. ഒരാമേൻ പറഞ്ഞു. അതുകൊണ്ട് ഈ നിറത്തിൻ്റെ കാര്യത്തിൽ ആരും ആകുലപ്പെടുകയും വേണ്ട, ആരും അതിശയിക്കുകയും വേണ്ട. ഒത്തിരി നേരം കണ്ണാടിയെ നോക്കിയാൽ അതൊരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പ് പറയാം. ഒരു സ്വയാരാധനയ്ക്കുള്ള സാധ്യതയുണ്ട്. പല ആരാധനയാണ്: ശിലാരാധന, മൃതാരാധന, മൃഗാരാധന, അഗ്നി ആരാധന, വൃക്ഷാരാധന, വീരാരാധന, സ്വയാരാധന. അങ്ങനെ 7 വിധ ആരാധനകളുണ്ട്. അതിലൊരാരാധനയാണ് സ്വയാരാധന എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ എന്തോ ഒരു സംഭവമാണെന്ന് അങ്ങ് തോന്നുകയാണ്. വേണ്ട, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഇനി നിറം കൂടുതലോ കുറവോ മറ്റൊരാളെ നോക്കി അതിൻ്റെ പേരിൽ കുറ്റവും കുറവും പറയാൻ നമുക്ക് അനുവാദമില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒഴുകുന്ന ചോരയ്ക്കൊരു നിറം, ശ്വസിക്കുന്ന വായുവിനും ഒരു ആമേൻ ഒരേ വാതകം. ഒരുമിച്ച് ഒരാമേൻ പറഞ്ഞാട്ടെ. ഇനി ജനനവും ഒരുപോലെ, മരണവും ഒരുപോലെ, വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ കെയർ ഓഫിൽ നിഗളം വേണ്ട. ഇനി ഞാൻ വരികയാ എൻ്റെ യേശുവിലേക്ക്. ശ്രദ്ധിക്കണേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായി തീർന്ന വെളിപ്പാട് ക്രൂശിന്റെ വെളിപ്പാടാ. ഞാൻ ആരായെന്നും എന്നെ ഞാനാക്കി മാറ്റിയ വെളിപ്പാട് ക്രൂശിന്റെ അരികിൽ നിൽക്കുമ്പോഴാ എനിക്ക് വേണ്ടി യേശു ആരായി തീർന്നു. ഒരാമേ പറഞ്ഞാട്ടെ. അതുകൊണ്ട് കോംപ്ലക്സ് വേണ്ട, ഈഗോ വേണ്ട. വലിയൊരു പോരാട്ടമാണ് ഈഗോ കൊണ്ടുവന്നിട്ടും. ഈഗോ അത് വലിയ പ്രശ്നമാണ്. ഈഗോ. മറ്റൊന്നാണ് കോംപ്ലക്സ്. കോംപ്ലക്സ് പിശാച് കോംപ്ലാം പോലെ കലക്കി അങ്ങ് കൊടുക്കും. അവരുടെ മുഖത്തത് വെളിപ്പെടും, എങ്ങനാന്നേലും അത് വെളിപ്പെടും. എന്നാൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ലുക്കിംഗ് അൺടു ദ ക്രോസ്. യേശുവിൻ്റെ ക്രൂശിലേക്കൊന്ന് നോക്കിയേ. ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, ഇരുകള്ളന്മാരുടെ നടുവിൽ, പാരിനും പരത്തിൻ്റെയും നടുവിൽ എൻ്റെ യേശു സഹിച്ച വേദന 6 മണിക്കൂറാ. എത്ര മണിക്കൂറാ? 6 മണിക്കൂർ. നമ്മളൊരു 2.5 മണിക്കൂറുള്ള സഭായോഗത്തിനിരിക്കാൻ എന്നാ പ്രയാസമെന്നറിയാമോ? പാസ്റ്ററെ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉറങ്ങുന്ന കുഞ്ഞുങ്ങളും അവസാനത്തെ 3 ഹല്ലേലൂയ പറയാൻ എഴുന്നേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ ഹല്ലേലൂയ പാസ്റ്ററെ നോക്കിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം അവർക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഭായോഗം എങ്ങനെയാണെന്ന്. അവർ പേപ്പർ കൊടുത്താൽ അവർ എഴുതി തരും. സഭായോഗത്തിൻ്റെ ഓർഡർ അവർക്കറിയാം. അതുകൊണ്ട് പലപ്പോഴും പലതും ഓർഡറുകളായി, ചടങ്ങുകളായി മാറുന്നു എന്നൊരു ഭയം നമുക്കുണ്ട്. ആരാധന അഭിനയമാകരുത്, ആരാധന അനുകരണമാകരുത്, അത് അനുഭവമായി മാറണം. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കുഞ്ഞെ, ഇന്ന് രാവിലെ നല്ല പാദരക്ഷ ഇട്ടുകൊണ്ട് വിടാൻ നിനക്ക് ദൈവം അവസരം തന്നെങ്കിൽ, നല്ല വസ്ത്രം ധരിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ, സുനിദ്രയുടെ മെത്തയ്ക്കകത്ത് സുഖമായിട്ട് ഉറങ്ങാൻ ദൈവം കൃപ തന്നെങ്കിൽ, ആമേൻ ആമേൻ, ചതുർചക്ര വാഹനത്തിൽ വരാൻ ദൈവം നിനക്ക് അവസരം തന്നെങ്കിൽ, കഴിക്കുന്ന ആഹാരം നന്നായിട്ട് ദഹിക്കുന്നുണ്ടെങ്കിൽ, കുടിക്കുന്ന വെള്ളം നന്നായിട്ട് അതിൻ്റെ റൂട്ട് അനുസരിച്ച് അത് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്ന് സ്തോത്രം പറഞ്ഞോണം. ഒരു
മിനിറ്റിൽ 73 പ്രാവശ്യം താളം തെറ്റാതെ നിന്റെ ഹൃദയം സ്പന്ദിക്കുന്നതിന് സ്തോത്രം പറയണം. വൃക്കകൾ കേടുകൂടാതിരിക്കുന്നതിന് സ്തോത്രം പറഞ്ഞോണം. നടക്കാൻ ദൈവം തന്ന കൃപയ്ക്ക് ആമേൻ പറഞ്ഞോണം. ഇനി നന്മയല്ല, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, കോടിപതിയായി നീ മാറിയാലും അതിന്റെ പിന്നിൽ വില മുടക്കിയ ഒരുവനുണ്ട്. അവിടുത്തെ പേര് യേശു ക്രിസ്തു എന്നാണ്. അവിടുന്നാണ് നന്മയുടെ ആധാരം. അവിടുന്നാണ് സകല നന്മയ്ക്കും ആധാരം. ഒരുമിച്ച് ഒരാമേൻ പറഞ്ഞേ. അടിമത്തത്തിന്റെ പിടിയിലും മ്ലേച്ഛതയുടെ പിടിയിലും പിശാചിന്റെ അടിമത്തത്തിലുമായിരുന്ന കൊരിന്തിൽ വിടുതൽ നടക്കുമോ? വലിയ ചോദ്യമായിരുന്നു. എന്നാൽ ഒരൊറ്റയുത്തരം, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം പ്രസംഗിച്ചപ്പോ ആ വചനം ദൈവശക്തിയായി വെളിപ്പെടാൻ തുടങ്ങി. ഒരാമേ പറഞ്ഞാട്ടെ. ഉടബാലഹന്തരാധന, പിശാച് അവകാശം പറഞ്ഞ്, പിശാച് അധികാരം പറഞ്ഞ് കുടുംബങ്ങൾ കൂട്ടം കൂട്ടമായി വിടുവിക്കപ്പെടാൻ തുടങ്ങി. കൊരിന്തിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവിൽ വിശുദ്ധന്മാരായവർ, ക്രിസ്തുവിൽ വൃതന്മാരായവർക്ക് എഴുതുന്നത്. അയ്യോ, ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന കൊരിന്തിലെ ദൈവമക്കൾ. നാടകക്കാര് പോലും കൊരിന്തുകാരെ വെറുതെ വിട്ടില്ല. അവർക്ക് ലോകം പറഞ്ഞൊരു സ്റ്റാൻഡും സ്റ്റാൻഡേർഡും ഉണ്ടായിരുന്നു. പക്ഷെ അത് യേശുവിന്റെ രക്തം അവരുടെ ആ പരാജയങ്ങളുടെ ചരിത്രത്തെ മുഴുവൻ ഒന്ന് കഴുകി വെടിപ്പാക്കിയിട്ട് ഒരു മാന്യത കൊടുത്തു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. പഞ്ഞവും പട്ടിണിയും പരിഹാസവും അനുഭവിച്ച പിതാക്കന്മാരുടെ ചരിത്രം പെന്തക്കോസ്തിന്റെ സഭയ്ക്കുണ്ട്. ഹല്ലേലൂയ. അവരത്ര പണക്കാരായിരുന്നില്ല, അവരത്ര ആദരവുകൾക്കൊന്നും യോഗ്യരായിരുന്നില്ല. പള്ളി വിട്ട്, പാരമ്പര്യം വിട്ട്, ചൊല്ലുവിട്ട്, ചൊലുത്ത് വിട്ട്, കൈക്കാരനോടും കണക്കനോടും കമ്മിറ്റി മെമ്പറോടും വിട പറഞ്ഞ് അവരിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരെല്ലാം കൂടെ അവരെ ഒറ്റപ്പെടുത്തി ചെരുപ്പ് മാലയാണ് ഇച്ചവരുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. പാട്ട കൊട്ടി പെന്തക്കോസ്തിന്റെ പാരടിപ്പാട്ടാക്കി പാടി അവരെ കളിയാക്കിയതിന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. മണ്ണെണ്ണ വിളക്കിന്റെയും ഓട്ടുവിളക്കിന്റെയും ശരറാന്തന്റെ ഒക്കെ വെളിച്ചത്തിലിരുന്ന് പുൽപ്പായിലും മെത്തപ്പായിലും തഴപ്പായിലും ഒക്കെ ഇരുന്ന് മുഴങ്കാൽ മടക്കി ദൈവത്തെ ആരാധിച്ച ചരിത്രം അല്ലെ. അന്നത്തെ സഭാഹോളുകൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. പെട്രോൾ മാക്സ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അതിനെ അങ്ങോട്ട് റെഡിയാക്കി യസാകൃതിയിലുള്ള കമ്പിക്കകത്തേക്ക് അങ്ങോട്ട് തൂക്കിയിട്ടിട്ട് ഒറ്റമുണ്ടെടുത്തില്ല വട്ടക്കോളറുള്ള ജുബയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ആ സഭാഹോളിൽ വന്നിരുന്ന മുഴങ്കാൽ മടക്കി ഒരൊറ്റ ഹല്ലേലൂയ പറയുമ്പോ ദേശത്തിന്റെ അധിപതികൾ ഇളകുന്ന അതരോ ശകരകഥന യേശുവിന്റെ രക്തത്താൽ കഴിയുമെന്ന് പറയുമ്പോ മന്ത്രങ്ങൾ, ശക്തികൾ, അതിന്റെ വെല്ലുവിളികൾ അഴിഞ്ഞു മാറുന്ന ആത്മാവിന്റെ തീയിറങ്ങിയ ചരിത്രം. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ചരിത്രം പറയാം. മറ്റൊരു കുന്നിൽ താമസിച്ചിരുന്നവർ അടുത്തൊരു കുന്നിൽ വീട് കത്തുന്നത് കണ്ടിട്ട് വെള്ളമായിട്ട് ഓടി വന്നു. അവർ നോക്കി വീട് നിന്ന് കത്തുകയാണ്. അവരോടി വന്നപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ വീട് കത്തുമല്ല, വീട്ടിൽ നിന്ന് ആരാധന ഉയരുക. അവർ വന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കയറിയതിൻ്റെ രാമൻ പറഞ്ഞാട്ടെ. ഒരുമിച്ചും നാമം പറഞ്ഞേ. പാപം ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം ദൈവസഭയെ വന്ന കയ്യോടെ പൊക്കുന്ന ഒരുമിച്ചൊന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഉപവാസം വരുന്ന ഒരു അപ്പച്ചൻ പോയി ചെന്തങ്ങിനകത്തുനിന്ന് തേങ്ങ ഉപവസിച്ചുകൊണ്ടിരുന്ന അതിനിടയ്ക്ക് പുള്ളിയെ പോരാട്ടം അടിച്ചുകൊണ്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ചെന്തങ്ങടെ പോയി കരിക്കും വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം തോന്നി. അതിനകത്ത് കയറി 1, 2, 3 കരിക്ക് വെട്ടിയിട്ട് അതിൽ വെള്ളം കുടിച്ചോ പിശാച് പറഞ്ഞു ഉപവാസം പോയെന്ന്. അന്നേരം വിചാരിച്ചെന്നാൽ ഇതുകൂടെ കഴിച്ചേക്കാന്ന് കരുതി അതുകൂടെ എന്ത് ചെയ്തു? കഴിച്ചു. മുട്ടയും കൂടെ കഴിച്ചു. കൂടെ അടുക്കളയിൽ ചെന്നിട്ട് മുട്ടയും കൂടെ കഴിച്ചു. ഇതെല്ലാം കൂടെ എങ്ങനെ ഒന്നിച്ചു വയറ്റി കിടന്നത് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. പിന്നെ അദ്ദേഹം സഭയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഒന്നും അറിയാത്ത കൂട്ട് കഴിച്ചിട്ടേ ഇല്ലെന്ന് മട്ടിൽ
അന്ന് ചാക്കോപ്പച്ചനും പാറക്കലമ്മച്ചി എന്ന് പറയുന്ന അമ്മച്ചിയൊക്കെ ഉള്ളൊരു കാലമാണ്. ചാക്കോപ്പച്ചൻ അന്യഭാഷയിൽ, പാറക്കലമ്മച്ചി അന്യഭാഷ പറയുമ്പോൾ ചാക്കോപ്പച്ചൻ അതിനെ വ്യാഖ്യാനിക്കും. അന്യഭാഷ പറയും, വേറെ ആളെന്ത് ചെയ്യും? വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വീട്ടിൽ പോയി അന്യഭാഷ ചെന്തങ്ങ് 1 2 3 സ്വത്രമൊക്കെ പറഞ്ഞോട്ടെ. ആ കരിക്കങ്ങ് വയറ്റി കിടന്ന് കരിഞ്ഞു കാണുമെന്ന എൻ്റെ ചിന്ത. കട്ടിക്ക് ദൂത് പറയുന്നൊരു കാലം, കട്ടിക്ക് ദൂത് പറയുന്നൊരു കാലം. ഞാൻ നിയോഗത്തോടെ ദൂത് വിളിച്ചു പറയാം, സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ ആത്മാവിൽ വിവേചിക്കുന്നവർ. ഇതിനകത്തൊരാൾ കയറിയാൽ, ബാംഗ്ലൂരിൽ ചർച്ച ചെന്നപ്പോൾ ഞാൻ കേട്ടതാണ്, 6 വയസ്സുള്ള കുഞ്ഞ്. ഞാൻ ആ കുഞ്ഞിനെ പരിചയപ്പെട്ടു. പേര് ഫേബ എന്നാണ്. 6 വയസ്സേ ഉള്ളൂ. അവൾ പ്രവാചകിയാണ്. 2000 പേരുണ്ട് ആ ചർച്ചിൽ. അതിനകത്ത് വന്ന ഒരു സഹോദരി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വന്ന ഒരു ചരിത്രം ഞാൻ കേട്ടു. ആ കുഞ്ഞിനോട് ദൈവാത്മാ പറഞ്ഞു, ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരാൻറ്റി ഇന്ന് രാത്രി മരിക്കുമെന്ന്. സഭയിലെ പാസ്റ്റോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോളെ നമുക്ക് അനൗൺസ് ചെയ്യാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ. പക്ഷേ അവർ കൈവക്കിയില്ല. ഈ കുഞ്ഞിനെ പിടിച്ചെടുത്തി പറഞ്ഞു, കർത്താവേ, ആലയത്തിനകത്ത് വന്നെങ്കിൽ ഈ കുഞ്ഞിലൂടെ തന്നെ വെളിപ്പെടട്ടെ ആളാരാണെന്ന്. അവൾ പുറകോട്ട് ഓടി ചെന്നിട്ട് ആ കുനിഞ്ഞിരുന്ന സഹോദരിയെ തൊട്ടിട്ട് പറഞ്ഞു, ഈ ആൻറ്റിയാണ് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവരെഴുന്നേറ്റ് പറഞ്ഞ സാക്ഷ്യം കേൾക്കണം കേട്ടോ. ഞാൻ പലയിടങ്ങളിൽ പോയിട്ടുണ്ട് സ്വസ്ഥതയ്ക്ക് വേണ്ടി, പക്ഷെ അവിടെ കാണാത്ത ജീവനുള്ള ദൈവത്തെ ഞാൻ ഈ ആലയത്തിനകത്ത് കണ്ടെന്ന്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കുഞ്ഞെ, ഇന്ന് രാവിലെ ഞാൻ ആത്മനിയോഗത്തോടെ ദൂത് കൈമാറുകയാ. നീ നിൽക്കാൻ റെഡിയാണെങ്കിൽ നിന്നെ നിറയ്ക്കാൻ എന്റെ കർത്താവ് വിശ്വസ്തനാ. വെളിപ്പാടിനെതിരെ സംസാരിക്കുന്നവർ, പ്രവചനത്തിനെതിരെ സംസാരിക്കുന്നവർ, കൃപാവരങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരുമ്പോ ഇന്ന് രാവിലെ നേരോടെ നിൽക്കാൻ റെഡിയാണോ? കർത്താവേ, എന്റെ മേൽ കൃപാവരം നിറച്ചാൽ, എന്നെ അഭിഷേകത്തിന്റെ ജ്വലനത്താൽ നിറച്ചാൽ ഞാൻ അവിടുത്തെ മാവായി നിൽക്കാം. വിശ്വസ്തയോടെ അത് ചെയ്യുമെന്ന് ഇന്ന് രാവിലെ നീ റെഡിയാണെങ്കിൽ, ഇന്ന് രാവിലെ നിന്നെ നിറയ്ക്കാൻ പരിശുദ്ധാത്മാവ് റെഡിയാ. ക്രൂശിന്റെ വചനത്തിന്റെ പരമാധികാരം കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് വിടുതലായി പരിണമിച്ചെങ്കിൽ, ഞാനല്ലാതായി മാറുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ അരികില. ഒരു ആംഗ്ലയ ഗാനമുണ്ട്, draw me nearer, nearer, nearer to the cross, to the precious bleeding side. Draw me nearer, nearer, nearer to the cross, to the precious wounded side. കർത്താവേ, എന്നെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് നിർത്തണം. എവിടേക്കാ? ധാരധാരയായി രക്തമൊഴുകുന്ന ആ മുറിവുകളുടെ അരികിലേക്ക് കർത്താവേ എന്നെ ഒന്ന് ചേർത്ത് നിർത്തണമേ. അവിടുത്തെ മുറിവുകളുടെ അരികിലേക്ക് എന്നെ ഒന്ന് ചേർത്ത് നിർത്തണമേ. അപ്പനുറുക്കുകളുടെ അരികിൽ നിൽക്കാനല്ല, മീൻ നുറുക്കിയ കൊട്ടയുടെ അടുത്ത് വന്ന് നിൽക്കാനല്ല. ഇന്ന് രാവിലത്തെ ദൂത്, അത് കഴിച്ചാൽ വീണ്ടും കഴിക്കാനുള്ള ആവേശം കൂടും. വിശപ്പ് വരുമ്പോ വീണ്ടും യേശുവിനെ തേടിപ്പോയി. അവിടെ ചെന്നപ്പോഴേ യേശു പറഞ്ഞത്, I am the bread of life, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടതിൽ കൊട്ട നിറച്ചു കൊടുക്കുന്ന കർത്താവിനെ അല്ലല്ലല്ല, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ ഒത്തിരി ആളുകളില്ലായിരുന്നു കേട്ടോ. 12 പ്രതിനിധിയായി ഒരാൾ മാത്രം, അത് യോഹന്നാനാ. അതുകൊണ്ടൊരു വാക്യം ഇങ്ങനെ എഴുതി, യേശു താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, കുഞ്ഞെ, നീ യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ തെളിവ് നീ നിൽക്കുന്ന ഇടം ക്രൂശിന്റെ ചുവടായിരിക്കാം. ഒരുമിച്ച് രാമൻ പറഞ്ഞ മോനെ കീബോർഡ്, ഞാൻ ഇങ്ങനെ പറയാം. ഹല്ലേലൂയ. എൻ്റെ യേശുവിങ്കലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത, ആയിരങ്ങളിൽ 10,000ങ്ങളിൽ അതിസുന്ദരനായ എൻ്റെ യേശു. ഞാൻ കണ്ടെത്തിയ കർത്താവിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ജി ജി ജി
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപകൾക്ക് ഒരുമിച്ചൊന്നാമേൻ പറഞ്ഞാട്ട്, കർത്താവിൻ്റെ കരുണയ്ക്കൊന്നാമേൻ പറഞ്ഞാട്ട്. ഞാൻ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ, ഞാൻ കണ്ടെത്തി എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ഞാൻ മനസ്സിലാക്കി എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാകയാൽ ഒരുമിച്ചൊന്നാമേൻ പറഞ്ഞാട്ടെ. He is the lily of the valley, he is the bright morning star, he is the fairest of 10,000 to my soul. What do you mean? എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവിടുന്ന് 10,000-ങ്ങളിൽ അതിസുന്ദരനാകയാൽ ഒരുമിച്ചൊന്നാമേൻ പറഞ്ഞാട്ടെ. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ അതിസുന്ദരനെ കണ്ടെത്താൻ ദൈവം തന്ന ഭാഗ്യത്തിന് ആമേൻ പറയണം. അവനെ ശ്രദ്ധിച്ചേ, യേശുവിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടന്ന അവസാനത്തെ തുള്ളിയുണ്ടല്ലോ, കൂർത്തുമൂർത്ത കുന്തം കൊണ്ട് മരണമുറപ്പാക്കേണ്ടതിന് കുത്തിയിട്ട് വലിച്ചെടുക്കുമ്പോ ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടന്ന അവസാനത്തെ തുള്ളിച്ചോരയോ, ലാസ്റ്റ് precious blood. സ്തോത്രം പറയണോ വേണ്ടായോ എന്ന് തീരുമാനിച്ചോണം. ആരാധിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കണം. ആരാ കിടക്കുന്നറിയാമോ? PV തൊമ്മി എന്ന അനുഗ്രഹീതനായ ദൈവദാസൻ മൺചിരാതിന്റെ വെളിച്ചത്തിലിരുന്നു കൊണ്ട്, മണ്ണുമെഴുകിയ തറയിലിരുന്നു കൊണ്ട് തൻ ആത്മാവിൽ പാടി, മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാം യേശുവെ പാതകർക്കായി തന്ന സ്നേഹം അതിശയമേ. ആ കർത്താവാ ഈ ക്രൂശിൽ കിടക്കുന്നത്. ഇന്ന് രാവിലെ നീ നോക്ക്, നിനക്ക് വേണ്ടി സകലവും അവിടുന്ന് സഹിച്ചിട്ട് പറഞ്ഞു, അവിടുന്ന് ഏറ്റെടുക്കയാ. പാപത്തിന്റെ മുഴുവൻ കടവും ക്രൂശിൽ അവിടുന്ന് പരിഹരിച്ചെങ്കിൽ ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ക്രൂശ് തകർച്ചയുടെയോ പരാജയത്തിന്റെയോ പരിഭവങ്ങളുടെയോ ഒറ്റപ്പെടലിന്റെയോ ആമേൻ ഒക്കെ ചിഹ്നമായി ചിത്രമായി ലോകം പറഞ്ഞേക്കാം. പക്ഷെ കൊലോസ് ലേഖനം 2:15 പറഞ്ഞത് ആമേൻ നേരെ വിരുദ്ധമായൊരു ചിന്തയാണ്. അവിടെ പറയുകയാണ്, ക്രൂശിന്റെ ചിത്രം വരച്ചിട്ട് പറയുകയാ. ആമേൻ ഹല്ലേലൂയ. അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ട്. മൈക്കലാഞ്ചലയോ ഡാവഞ്ചിയോ ക്രൂശ് വരയ്ക്കാൻ തുടങ്ങിയാൽ 3 ക്രൂശും കുന്നും ഒക്കെ വരച്ചേക്കാം. തലയോടിടത്തിന്റെ അർത്ഥം വരുന്ന ഒരു കുന്നവര് വരയ്ക്കാം. പക്ഷെ അവർക്ക് വരയ്ക്കാൻ പറ്റാത്ത ഒരു ചിത്രം കൊലോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വരച്ചു. അവൻ ഈസ് ദ കോൺകറർ. എന്റെ കർത്താവ് ജയാളിയാണെന്ന് പിശാചിന്റെ ആയുധ പുരകൾ മുഴുവൻ കൊണ്ടുവന്ന് അടിയറവ് പറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ ചുവട്. 3-ാമത്തെ ദിവസം കല്ലുരുട്ടി മാറ്റി ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് അവൻ 16 പേരടങ്ങുന്ന കുസ്റ്റോഡിയ എന്നർത്ഥം വരുന്ന കാവൽക്കൂട്ടം അവൻ മയങ്ങി വീണപ്പോഴല്ല ശത്രുവിന്റെ തല തകർന്നത്, എന്റെ യേശുവിന്റെ ക്രൂശിലാകയാൽ. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ട്. ആ ക്രൂശിന്റെ വചനമാ പൗലോസ് കൊരിന്തിൽ പ്രസംഗിച്ചത്. അവിടെ പിശാച് അടിത്തറയിട്ട് അവൻ അവകാശം പറഞ്ഞ്, അവൻ അധികാരം പറഞ്ഞ്, അവൻ സകല കുടുംബങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ ചൂടിനാൽ വിടുവിക്കപ്പെടാൻ തുടങ്ങിയെന്ന് ഒരു ദൂതിന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ നിയോഗം തരുന്നു. ചൂടാറിപ്പോകാത്ത രക്തം, കറ പിടിക്കാത്ത രക്തം, കട്ട പിടിക്കാത്ത രക്തം, വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്ന് പകലും പാഞ്ഞൊഴുകുന്ന രക്തം, വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്ന് പകലും സംസാരിക്കുന്ന രക്തം, അത് യേശുവിന്റെ രക്തമാകയാൽ. ഓ റാം ശമനേ ക്രൂശിന്റെ വചനം അത് പ്രസംഗിക്കാൻ പൗലോസിന് നിയോഗം കൊരിന്തിൽ കൊടുത്തു. ആ നിയോഗത്തിന്റെ വചനം അവിടെ വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങി. സ്തോത്രം. സഭയ്ക്ക് നഷ്ടപ്പെടരുതൊരു വെളിപ്പാട്. നന്മ വർദ്ധിക്കാം, സൗകര്യം വർദ്ധിക്കാം, സമ്പത്ത് വർദ്ധിക്കാം, പദവികൾ വർദ്ധിക്കാം, വിവരങ്ങൾ നേടിയെടുക്കാം, മാന്യതകൾ ദൈവം തരാം. ഈ ആദരവുകളെല്ലാം വരുമ്പോഴും ക്രൂശിന്റെ വെളിപ്പാടിന് മങ്ങലുണ്ടാകരുത്.
ട്രിപ്പിൾ PhD എടുക്കുക, ഞാൻ പ്രാർത്ഥിക്കാൻ റെഡിയാ. പക്ഷെ വന്നിട്ട് ഒരു വിരൽ കൊണ്ട് വെറുതെ ഇങ്ങനെ കൈയടിക്കുന്ന ആക്ഷൻ കാണിക്കരുത്. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ആരുമാകട്ടെ, മകൻ ആരുമാകട്ടെ, മകൾ ആരുമാകട്ടെ, കൊച്ചുമോൻ ആരുമാകട്ടെ, ഭർത്താവ് ആരുമാകട്ടെ, ഭാര്യ ആരുമാകട്ടെ, പക്ഷെ എന്നെ ഞാനാക്കിയ ദൈവത്തിന്റെ അരികില ഇന്ന് രാവിലെ ഞാൻ വന്നിരിക്കുന്നത്. അവിടുത്തെ പരമാധികാരത്തിന്റെ മുൻപാകെ, അവിടുത്തെ ആ സുപ്രീം അതോറിറ്റിയുടെ മുൻപാകെ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനിയായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞാൻ അടുത്തു വരുമ്പോ ഞാൻ എന്നെ മറന്ന് ആരാധിക്കാൻ റെഡിയാകുകയാ. കാരണം എന്റെ അകത്ത് വെളിപ്പെട്ട വെളിപ്പാട് അതകം നന്മയുടേതല്ല, ഉയർച്ചതയുടേതല്ല, ഭൗതിക നന്മകളുടേതല്ല. എനിക്ക് വേണ്ടി പ്രാണനെ തന്ന, എനിക്ക് വേണ്ടി ജീവനെ തന്ന, എനിക്ക് വേണ്ടി അവസാനത്തെ തുള്ളി ചോരയും തന്ന യേശുവിന്റെ വെളിപ്പാട്. കർത്താവേ, ഇന്ന് രാവിലെ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. 1, 2, 3, മൂന്നാമത്തെ ആൾ അവനെ കൈ ഒന്ന് ഉയർത്തിക്കോ. യേശുവിന്റെ സ്നേഹത്തോട് തമ്പുരാൻ നിന്നെ ചേർത്ത് നിർത്താൻ പോവുകയാണ്. ഇന്ന് രാവിലത്തെ എന്റെ പ്രാർത്ഥന, ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു വിടുതൽ, സ്വാതന്ത്ര്യം നിന്റെ മൺപാത്രത്തിൽ ആഴങ്ങളിൽ അയക്കപ്പെടാനാണ്. മില്യനെയറും ബില്യനെയറും ആകാനുള്ള പ്രാർത്ഥന ഇവിടെ ഇല്ല. ഇവിടെ ഒരു പ്രാർത്ഥനയുള്ളൂ. ഏതുയർച്ച വന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു കണിക പോലും മാറാതെ ആ സ്നേഹത്തിന്റെ നിറവിൽ നിൽക്കാനുള്ളൊരു ദൂത്. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ആമേൻ ദൂതന്മാരോ ഉയർച്ചയോ അല്ല. എന്തു വന്നാലും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ നിറവിന് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനിക്ക് നിയോഗം തരികയാ. ഒരുമിച്ച് നാമേ പറഞ്ഞേ. അപ്പാ, അവിടുത്തെ സ്നേഹത്തിൽ നിന്നും മാറാൻ എന്നെ അനുവദിക്കരുത്. അവിടുത്തെ കൃപയിൽ നിന്നും മാറിയിരിക്കാൻ എന്നെ അനുവദിക്കരുത്. ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില മിനിറ്റുകൾ വെറുതിരിക്കുകയാണ്. കർത്താവിന്റെ ദാസന്മാർ എന്നോട് ചേർന്ന് ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാനായി സമയത്ത് വെറുതിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇതിനകത്ത് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ, ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ, ഇതിനകത്ത് അത്ഭുതകരമായ വിടുതലുകൾ, ഇതിനകത്ത് കാണത്തക്ക വിധത്തിൽ, അറിയത്തക്ക വിധത്തിൽ, എക്സ്പീരിയൻസ് ചെയ്യത്തക്ക വിധത്തിൽ ദൈവവചനത്തിന്റെ ശക്തി. ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. അടക ഒരു പാസ്റ്റർ നിന്റെ ശിരസിന്റെ മേൽ കരം വെച്ച് ദൂത് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ദൂത് കേട്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. നിങ്ങളുടെ ഏറ്റവും അരികിൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാവിലെ ആണിപ്പഴുതുള്ള കരം നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളുടെ മേൽ, ആമേൻ, വിങ്ങലുകളുടെ മേൽ ഇന്ന് രാവിലെ കർത്താവ് വെക്കാൻ പോകുകയാ. നിന്റെ ഭർത്താവിനെ ദൈവം തൊടാൻ പോകുകയാ. നിന്റെ മകനെ ദൈവം തൊടാൻ പോകുകയാ. നിന്റെ മകളോട് ദൈവത്തെ വാദിക്കാൻ പോകുകയാ. നിന്റെ കുടുംബ പ്രശ്നങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാ. ചില നിയമപരമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ പോകുകയാ. ഇവിടുത്തെ കോടതിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് സ്വർഗത്തിലെ കോടതി പരിഹരിക്കാൻ ഇന്ന് രാവിലെ തീരുമാനിക്കുകയാ. ഒരുമിച്ച് ആത്മാവിലും നാമേ പറഞ്ഞാട്ടെ. അടക രഗ ശന്തര ധരതല ഘടകതലതിയാന. Oh Jesus, hallelujah. അങ്ങനെ കർത്താവിന്റെ രാജ്യത്തിനായി, കർത്താവിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി ഇനിയും കർത്താവിനെ നടത്താനുണ്ട്. ഒരുമിച്ച് നാമേ പറഞ്ഞേ. അരിമത്യക്കാരനായ യോസഫ്, നിക്കോദിമോസ്, രണ്ടുപേര് ചെയ്തൊരു കാര്യം. യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരും നിൽക്കാത്തടുത്ത്, ആരും പോകാത്തടുത്ത് പോകാൻ അരിമത്യക്കാരനായ യോസഫ് റെഡിയായി. തന്റെ പദവി വെച്ച് നോക്കിയാൽ താൻ ഒരു മിനിസ്റ്റർ. നടന്ന മരണം നീച മരണമാണ്. അപവാദം സഹിച്ചൊരു മരണം, കല്ലേറുകൊണ്ടൊരു മരണം, ഇതേപോലെ നീച മരണം വേറെയില്ല. പക്ഷെ ആ മരിച്ച കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു വെളിപ്പാട്. ഈ ക്രൂശിൽ നിന്ന് യേശുവിന്റെ ശരീരത്തെ താഴേക്കിറക്കുമ്പോൾ ആ പച്ച മുറിവ് കണ്ടതിൽ ഒരാള്
അരിമത്തെക്കാരനായ യോസഫ്. തോമസ് കണ്ട മുറിവുകളുടെ പ്രത്യേകത പുനരുത്ഥാന ശരീരത്തിലെ മുറിവ. പക്ഷെ അരിമത്തെക്കാരനായ യോസഫ് പച്ച മുറിവ് കണ്ടു. നിക്കോദിമോസ് ആ പച്ച മുറിവ് കണ്ടു. അതുകൊണ്ട് ഈ ഗോൽഗോഥയിലേക്ക് നിക്കോദിമോസ് വന്നത് വെറും കൈയോടല്ല, 100 റാത്തൽ 100 മകിലും ചേർന്ന സുഗന്ധ പശ, ആ സുഗന്ധദ്രവ്യം അത് ചുമന്നുകൊണ്ട് വരികയാ. ഏതു വഴിയാ? ക്രൂശു ചുമന്ന വഴിയായി. ഒരാമേൻ പറഞ്ഞാട്ടെ, ക്രൂശു ചുമന്ന വഴിയായി. ഒരുമിച്ച് ഒരാമേൻ പറഞ്ഞേ. ഇന്ന് രാവിലെ ഉത്തരവാദിത്തങ്ങളെ ദൈവാത്മാവ് കൈമാറുകയാ. പ്രായമൊരു വിഷയമല്ല. ഒരാമേ പറഞ്ഞോ. അതരോ ശിഖനോ രഗംധരോദല. അരിമത്തെക്കാരനായ യോസഫ് പച്ചമുറിവ് കണ്ടപ്പോ ഒരു തീരുമാനം എടുത്തു. തനിക്ക് വേണ്ടി പണിത കല്ലറ കർത്താവിന് വേണ്ടി കൊടുക്കാൻ. ഞാൻ ഇങ്ങനെ പറയും, മന്ത്രി, അത്ഭുത മന്ത്രിക്ക് ആ കല്ലറ കൊടുത്തു. അതുകൊണ്ട് ഒരു മന്ത്രിമാരുടെ കല്ലറയിലും നടക്കാത്തത് അരിമത്തെക്കാരനായ യോസഫ് കൊടുത്ത കല്ലറയിൽ നടന്നു. മരണത്തിന് മരണം കൊടുത്ത വലിയ വെളിപ്പാട് നടന്നത് ആ കല്ലറയ്ക്കകത്ത്. നിൽക്കാൻ റെഡിയാണെങ്കിൽ എന്റെ ദൈവം നിർത്താൻ റെഡിയാ. ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. ആ റാംഷാന 1 2 3 മൂന്നാമത്തെ ആൾ അദ്ദേഹം ഒന്ന് കൈ ഉയർത്തുമോ? യു ആർ ദ പേഴ്സൺ. ദൈവരാജ്യം സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ മാറി നിൽക്കരുത്. ഇത് ഓട്ടക്കളമാണ്. വശത്തേക്ക് ഇരുവശത്തേക്ക് നോക്കണ്ട, പുറകോട്ടും നോക്കേണ്ട. മുൻപിൽ വിജയിച്ച ഒരാളുണ്ട്. അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്ന കർത്താവ്. ആ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് രാവിലെ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അടകാല ശംദര ജനാധിയാന. കുഞ്ഞെ ഒന്ന് ശ്രദ്ധിച്ചോളെ. യേശുപ്പച്ചന് വേണ്ടി നിർത്തും തമ്പുരാൻ. നിന്റെ പരിമിതികൾക്ക് മീതെ ദൈവത്തിന്റെ മഹത്വം ചലിക്കും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ നാവായി കർത്താവ് നിർത്തുമെന്ന ദൈവത്തിന്റെ ആലോചനയ്ക്ക് രാമൻ പറഞ്ഞാട്ടെ. Beyond your imagination and beyond your reason, he is a faithful God. എന്റെ ദൈവം ഒരു മനുഷ്യനോട് തന്റെ ശബ്ദം അറിയിക്കുന്നത് ആധാരം നോക്കിയിട്ടൊന്നും അല്ല. അവൻ ബലഹീനനാണോ, അവൻ ബലമില്ലാത്തവനാണോ, കുറവുള്ളവനാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല. മത്സ്യത്തെ പിടിക്കുന്നവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുന്ന മഹത്വത്തിന്റെ ആത്മാവിന്റെ സ്പർശനത്തിന് ഇന്ന് രാവിലെ ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. ഓ റാംജിമിനി ഹാന്തര. കർത്താവിന്റെ ദാസന്മാരെ, ഒരു നിമിഷം നിങ്ങൾ എന്നോട് ചേർന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കർത്താവിന്റെ ദാസനെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. അതേ സമയത്ത് തന്നെ ഏതാണ്ട് നമ്മുടെ യോഗം പര്യവസാനിക്കാൻ ചില മിനിറ്റുകൾ മാത്രമാണ് മുൻപിലുള്ളത്. നാം ആത്മാവിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി എന്റെ മൺപാത്രത്തിനകത്വം നിറങ്ങണം എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാ? ഏതു വേദിയിൽ നിന്നാലും, ഏത് രാജ്യമാണെങ്കിലും ഞാൻ 3 ചോദ്യം ചോദിക്കാറുണ്ട്. ആമേൻ. ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ആഴിയെയും ഊഴിയെയും ചമച്ച സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി പാപപരിഹാര യാഗമായി ക്രൂശിൽ മരിച്ചു. അവസാനത്തെ തുള്ളി ചോരയും അവിടുന്ന് നമുക്ക് വേണ്ടി ചീന്തി തന്നു. യേശുവേ, അങ്ങന്റെ ഉള്ളിൽ ഇതുവരെ രക്ഷകനും കർത്താവുമായി വന്നിട്ടില്ല. ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതിയിട്ടില്ല എന്ന ഉറപ്പുള്ള ആരെങ്കിലും ഈ യോഗത്തിലുണ്ടെങ്കിൽ ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദ കാലം. ആമേൻ. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി അംഗീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ നിങ്ങളുടെ വലതുകരങ്ങൾ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിക്കണം. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതിയിട്ടില്ല എന്ന ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന തീരുമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ തീരുമാനമെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഐ എം നോട്ട് ബാപ്റ്റൈസ്ഡ്.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ല, ഞാൻ ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അന്യഭാഷാ ഭാഷണം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? അന്യഭാഷയിൽ ഇതുവരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ, നിങ്ങളുടെ കരം ധൈര്യത്തോടെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. 1, 2. മറ്റ് ആരെങ്കിലും അന്യഭാഷ? 3, 4. ആമേൻ, ആമേൻ. അന്യഭാഷാ ഭാഷണത്തിൽ ഇതുവരെ ആരാധിക്കാൻ കഴിയാത്തവർ ഒരു നിമിഷം കണ്ണുകളെ ദൈവത്തിൽ അടച്ചാട്ടെ. വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക കുഞ്ഞെ. ദാറ്റ്സ് എ പ്രോമിസ്. അന്യഭാഷ അഭിഷേകം അത് നിന്റെ മേലുള്ള വാഗ്ദത്തമാണ്. പറഞ്ഞത് മനുഷ്യനല്ല, എന്റെ കർത്താവ്. യോവേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലത്തിൽ അടച്ചാട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാവിലെ മൺപാത്രങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ കർത്താവിനോട് സംസാരിച്ചു തുടങ്ങിയാട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഇന്ന് രാവിലെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടിക്കളയാൻ അധികാരം നൽകിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സകല വെല്ലുവിളികളുടെ മേലും ഞങ്ങൾ ജയത്തെ വിളംബരം ചെയ്യുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവേ, മാളിക മുറിയിൽ പകർന്ന ദൈവത്തിന്റെ മഹത്വം കൊറന്നല്യോസിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്, ശമരയിൽ പകർന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ആത്മാവിൽ സ്വതന്ത്രം പറഞ്ഞാട്ടെ. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി വാ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന് ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ആരാധിക്കുന്ന ശബ്ദമുയർത്തി ആരാധിക്കണം. ദൈവത്തോട് സംസാരിക്കാം. ഇവന്റെ മേൽ അഭിഷേകം പകർന്നതിന് ആത്മാവിലാമേ പറഞ്ഞാട്ടെ. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയതിന് അഭിഷേകത്തിന്റെ ജ്വലനം, നിന്നെ ഉപയോഗിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി, നിർത്താനുള്ള രാജ്യങ്ങൾ, നിർത്താനുള്ള വേദികൾ അതെന്ന് രാവിലെ തുറക്കുകയാ. ആരാധിച്ച് open your mouth and worship the Lord without shame, without shame. Nikala Shandara Dharajala Baba. യേശുവിന്റെ മഹത്വം ശക്തിയോടെ ആരാധിച്ച കുഞ്ഞെ. ശത്രു പറഞ്ഞ സകല അവകാശങ്ങളെയും നിന്നെ തകർക്കാൻ, നിന്നെ ഇല്ലാതെയാക്കാൻ അവനൊരുക്കിയ തന്ത്രങ്ങളുടെ കെണിയിൽ നിന്ന് അത്ഭുതകരമായി നിന്നെ വിടുവിച്ചവന്റെ കരം ഇന്ന് രാവിലെ അധികാരമുള്ളവളായി, അഭിഷേകത്തിന്റെ നിറമുള്ളവളായി ഇന്ന് രാവിലെ പുറത്തു കൊണ്ടുവരിക. Receive the miracle. Glory be to God.
മാളിക മുറിയിൽ പകർന്ന ദൈവിക അഭിഷേകത്തിന്റെ നിറവ് നിന്റെ മൺപാത്രത്തിൽ ഇന്ന് രാവിലെ ഇറങ്ങി വരികയോ? ആളി കത്തുന്ന തീ പോലെ ഒഴുകി ഇറങ്ങുന്ന അഭിഷേകത്തിന്റെ തൈലം പോലെ. ഓ റിസീവ് 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 പ്രാപിക്ക. ഉദാ ബാബാ സാന്തര ജാലബർ ബനാ ദിമാര ബബൽ കമാന. ഉദാ ബാബാ ശാന്തര. നാവിന്റെ ബന്ധനം അഴിയുന്നു, നാവിന്റെ കെട്ടുകൾ അഴിയുന്നു. കർത്താവിന്റെ ദാസന്മാരെ അധികാരത്തോടെ, പിതാക്കന്മാരെ ഇന്ന് രാവിലെ അധികാരത്തോടെ ദർശനങ്ങൾ ദർശനങ്ങൾ ദൈവിക ആലോചനകൾ വെളിപ്പാടുകൾ കൈമാറുന്ന അഭിഷേകത്തിന്റെ ജ്വലനം. നീ തകർന്ന രാത്രികൾ, വേദനിച്ച ദിനരാത്രങ്ങൾ, യാബോക്കിൽ മല്ലുപിടിച്ച യാക്കോബിനെ പോലെ ചോദിച്ച ചോദ്യങ്ങൾ, അവിടെല്ലാം നിന്നെ ഒറ്റയ്ക്ക് വിടാതെ, തകരാൻ അനുവദിക്കാതെ, താങ്ങായി തണലായി മറവിടമായി ഉറവിടമായി ഉന്നതന്റെ മഹത്വം ഇറങ്ങി വന്ന ചരിത്രം നീ മറന്നു പോകരുത്. അപ്പനെക്കളപ്പുറത്ത് അമ്മയെക്കൾ ആർദ്രതയോടെ ചേർത്തു നിർത്തിയ ദൈവത്തിന്റെ മഹത്വം. Blessed be the name. ഒരുമിച്ച് ഒന്നാമേ പറഞ്ഞാട്ട്. ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി ഉദര സംബന്ധമായ ചില രോഗങ്ങളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്നു. Be healed in the name of Jesus. ഏത് മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇന്ന് രാവിലെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാ. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തിയാ. കാണത്തക്ക വിധത്തിൽ, അറിയത്തക്ക വിധത്തിൽ യേശുവിന്റെ കരം ഇന്ന് രാവിലെ നിന്റെ മേൽ വെക്കുക. You are the man of Gilead, and you are the God that healed me. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരു നാൾ കാണുകയില്ല. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പ്രിയ ദേവദാസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കേട്ട വചനത്തിന് മുൻപാകെ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാമോ? പ്രാരംഭമായി നമുക്ക് കുരുന്ത് പട്ടണത്തെ പറ്റി കേട്ടല്ലോ. അധാർമികത നിറഞ്ഞ ഒരു പട്ടണം, പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചിരുന്ന ഒരു പട്ടണം, ആരാധനയിൽ പോലും മ്ലേച്ഛത നിറഞ്ഞിരുന്ന ഒരു പട്ടണം. എന്നാൽ ക്രൂശിന്റെ വചനം ആ ദേശത്തെത്തിയപ്പോൾ കർത്താവിനെ അറിയുന്ന ഒരു സഭ അവിടെ ഉടലെടുത്തു. ഫിലിപ്പിന്റെ കൈസരിയ 14 ദേവന്മാരാൽ ഭരിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലം. എന്നാൽ അവിടെ വെച്ചാണ് പത്രോസിന് ആഴമായ ഒരു വെളിപ്പാട് ലഭിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ ഇതുപോലെയായിരുന്നു. പാരമ്പര്യത്തിൽ നിന്നെല്ലാം, ജാതീയമായ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിളിച്ചു വേർതിരിച്ചു. ഈ ക്രൂശിന്റെ വചനം നമ്മെ സ്വതന്ത്രമാക്കി. ആ കർത്താവിനെ ഓർത്തവർക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാമോ? നമുക്ക് തന്നെ ആയുസ്സും ആരോഗ്യത്തിന് ഒത്തവണ്ണം നാം കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ? കർത്താവിന് മുൻപിൽ നന്ദിയുള്ളവരാണോ അതോ പിറുവിറുക്കുന്നവരാണോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മെ തന്നെ വചനത്തിന് മുൻപാകെ സമർപ്പിക്കാമോ? നാം ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണോ അതോ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരാണോ എന്ന് നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് വിവേചിക്കാമോ? ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുന്നവരാണോ അതോ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി അക്വിലാവും പ്രിസ്കില്ലയും തന്റെ ജീവിതത്തെ സമർപ്പിച്ചതുപോലെ, അവർ പൗലോസിനെ ചേർത്ത് കൊണ്ടതുപോലെ, ഒരു അപ്പൊല്ലോസിനെ പണിതെടുത്തതുപോലെ, അവർ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ വന്നെങ്കിലും അവർ ദൈവിക പദ്ധതിക്കായി വിട്ടുകൊടുത്തതുപോലെ നമ്മുടെ ജീവിതം അതിനുവേണ്ടി വിട്ടുകൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാമോ? ഒരിക്കലും കൂടെ ആ കർത്താവിന്റെ ക്രൂസിലേക്ക് നമുക്ക് നോക്കാമോ? നമുക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു. 10,000ങ്ങളിൽ സുന്ദരനായ നമ്മുടെ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വിരൂപനായി.
തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി താൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു. ആ ക്രൂശിന്റെ ആഴമായ വെളിപ്പാട് ഒരിക്കൽ കൂടെ നമുക്ക് ധ്യാനിക്കാമോ? ആ ക്രൂശിന് മുൻപാകെ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാമോ? ആ കർത്താവിന് വേണ്ടി സകലതും നൽകുവാൻ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് ഈ പകൽക്കാലം കടന്നു വരാമോ? ഇന്ന് ദേവദാസനെ പാസ്റ്റർ ബേബി ജോൺസൺ അവരുടെ വളരെ ശക്തമായി ഇന്ന് പകൽ സമയം കർത്താവ് എടുത്ത് ഉപയോഗിച്ചല്ലോ. പ്രിയ ദേവദാസനോടെല്ലാം നന്ദി അറിയിക്കുന്നു. രാത്രി സമയവും പ്രിയ ദേവദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ സെഷൻ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. ഇന്ന് നമ്മുടെ മടക്കയാത്രയും തുടർന്നുള്ള സെഷൻസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഫെർഡിനൻഡ് തോമസ് പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവ് വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽക്കാലം ഞങ്ങൾക്ക് സ്തോത്രം സഭയായി കടന്നു വരുവാൻ അവിടെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. എത്രത്തോളം ഞങ്ങളെ അവിടെ സഹായിച്ചു അവിടെ ദാസനിലൂടെ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ സ്തോത്രം വരച്ചു കാണിപ്പാൻ ഹല്ലേലൂയ സ്തോത്ര. ക്രൂശിന്റെ വിടുതൽ സ്തോത്രം കുടുംബങ്ങളിൽ വ്യക്തികളിൽ ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ അവിടുത്തെ സാക്ഷികളാക്കി വീണ്ടും ശക്തിയോട് കരങ്ങളിലെടുക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഹല്ലേലൂയ മുറ്റുമായി അവിടെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ ഹല്ലേലൂയ കർത്താവേ സ്തോത്ര ശക്തിയോടെ അവിടുത്തെ വേല ചെയ്യുവാൻ യുവതിയുവാക്കളെ കരങ്ങളിലെടുത്ത് വരുന്ന ആളുകളിൽ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ അവിടുത്തെ വിലപ്പെട്ട ദാസനെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ സൃഷ്ടിപ്പാനോടെന്ന് ബലപ്പെടുത്തിയല്ലോ കേൾപ്പിച്ച ദൈവശബ്ദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ വരുന്ന ആളുകളിൽ സ്തോത്രം കർത്താവിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിവിധ വിഷയങ്ങളോട് ഭാരത്തോടെ കടന്നു വന്ന ദൈവജനത്തെ ഹല്ലേലൂയ അവിടുന്ന് അനുഗ്രഹത്തോടെ അയക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ചില രോഗികളെ അവിടുന്ന് ഹല്ലേലൂയ കരം വെച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ സ്തോത്രം. വൈകുന്നേരത്തെ ദർശനയും ശക്തിയോടെ കരങ്ങളിലെടുക്കുവാൻ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദാസനിലൂടെ ഹല്ലേലൂയ സ്തോത്രം കൽപ്പിച്ച വചനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തിരുകരങ്ങളിലേക്ക് ദാസനെ സമർപ്പിക്കുകയാണ്. വൈകുന്നേരവും ശക്തിയോട് കരങ്ങളിലെടുക്കണമേ. എല്ലാ വിലപ്പെട്ട ദാസന്മാർക്കായി ദൈവമക്കൾക്കായി സ്തോത്രം കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. വൈകുന്നേരം കൃത്യം 7 മണിക്ക് തന്നെ ആ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. പാസ്റ്റർ ബേബി ജോൺസൺ അവറുകൾ വൈകുന്നേരത്തെ സെഷനിൽ ശുശ്രൂഷിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോട് കടന്നു വരിക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.